എന്നോട് പറഞ്ഞ് നിങ്ങൾക്ക് ഇതിൽ പൈസ നിക്ഷേപിച്ചാൽ നിങ്ങൾക്ക് അത്ര തരും ഇത്ര തരും, അതുകൊണ്ട് നിങ്ങൾ ഒരു പേടിയും പഠിക്കണ്ട. ഇത് നല്ല ഗവൺമെന്റ് അംഗീകരിച്ച സ്ഥാപനമാണ്. ഗവൺമെന്റ് അംഗീകരിച്ച് ഞങ്ങൾക്ക് 100% ലാഭം കിട്ടുന്ന സംഭവമായത് റോഡ് പണി, ബിൽഡിങ്ങിന്റെ പണി. ഇത് നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്രയും നിങ്ങൾ സെറ്റപ്പ് കണ്ടില്ലേ. പിന്നെ ഞാനുള്ള കാലം വരെ നിങ്ങൾക്ക് പേടിക്കണ്ട. അങ്ങനെ ഇവരൊക്കെ വാട്ടിലാക്കിയിട്ട് എന്നെ കൊണ്ട് കുറെ പൈസ ഇടിച്ച ശേഷം ആ എഗ്രിമെന്റിന്റെ ഡേറ്റിന്റെ ആ സമയത്തിന്റെ ഒരാഴ്ച മുന്നേ പറഞ്ഞ് എന്നെ വിളിച്ച് ഓഫീസിൽ ഇരുത്തിയിട്ട് എന്തെന്നാ നിങ്ങളെ വിഷയം, നിങ്ങളെ പൈസ ഞങ്ങൾക്ക് തരാൻ പറ്റൂല. ബഷീർ എന്ന് പറയുന്ന വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ ഗേറ്റിന്റെ ഇരുത്തുന്ന എന്നെ വണ്ടി കയറ്റി കൊല്ലാൻ വേണ്ടി നോക്കിയേക്ക്. ഓൻ അറിഞ്ഞുകൊണ്ട് എന്നെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തന്നെ ഓൻ കളിച്ച്. ഈ കർത്തന സൊസൈറ്റിന്റെ വണ്ടിയാ ഓൻ ഓടിക്കുന്നന്ന്. എനിക്ക് എൻ്റെ പൈസ വമ്പിച്ച നഷ്ടമായിരുന്നു വരുത്തി ഈ കർത്തനാട് സൊസൈറ്റിനെ കൊണ്ട്. അങ്ങനെ ആ പൈസയെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 75 ലക്ഷം ഉറുപ്പ്യ എൻ്റെ അടുക്കെ എനിക്ക് ഈ സ്ഥാപനം ഇന്നത്തെ കണക്കിന് തരേണ്ടി വരും. ഇനിയിപ്പോൾ എനിക്കെന്ത് മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ ഉത്തരവാദി പ്രസിഡന്റ്, സെക്രട്ടറി, ഡയറക്ടർ ബിനീഷ് എന്ന് പറയുന്ന ഈ ബിനീഷിൽ നിന്ന് പിരിഞ്ഞിക്കെന്ന് പറയുന്നത് ബിനീഷ്, ഇവർ പിന്നെ മജീദ്, ഇവരെല്ലാം പൂർണ്ണ ഉത്തരവാദിയായിരിക്കും. പിന്നെ കമ്പന 97,000 റുപ്യ എനിക്ക് തരാമെന്ന് പറഞ്ഞ് ഈ സൊസൈറ്റിന്റെ പൈസ കണക്കൂട്ടി കമ്പനി ഉത്തരവാദിയാണ്. ഈ മരണോ കാര്യമോ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ സ്ഥാപനം നടത്തുന്ന ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ലൈസൻസ് ആണെന്ന് പറഞ്ഞ് ഇവർ തട്ടിപ്പാണ് നടത്തുന്നത് ഞമ്മക്കറിഞ്ഞു. കേട്ടത് വയോധികനായ നിസ്സഹായനായ ഒരു മനുഷ്യന്റെ വിലാപമാണ് മരണമൊഴി. ബാങ്ക് സെക്രട്ടറി ആയിരുന്ന കോൺഗ്രസ് നേതാവ് സുധീർ കുമാറിന്റെ വാക്ക് വിശ്വസിച്ച് ആയുഷ്കാല സമ്പാദ്യം ആ സഹകരണ ബാങ്കിൽ ഇട്ടതാണ് ഇബ്രാഹിം ഹാജി ചെയ്ത തെറ്റ്. ഒരേയൊരു തെറ്റ്. ഇട്ടപണം ചോദിക്കാൻ ചെന്നപ്പോൾ ഭാര്യയെക്കൊണ്ട് വൃത്തികെട്ട പരാതി കൊടുപ്പിച്ച മര്യാദകേട്, പൊയ്വാക്കുകൾക്കും വഞ്ചനകൾക്കും ഒടുവിൽ രോഗാതുരനായി ആരോരും നോക്കാനില്ലാത്ത ആ മനുഷ്യൻ സുധീർ കുമാറിന്റെ വീടിന് മുന്നിൽ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി മരിച്ചു. ആത്മഹത്യ കൊണ്ടാണ് പ്രതിഷേധം. പക്ഷേ അത് ആത്മഹത്യയല്ല, കൊലയ്ക്ക് കൊടുത്തതാണ്. എടുക്കേണ്ട ഉത്തരവാദികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസ്. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ശ്രീ നിജേശ്വരും ശ്രീ പ്രഫുൽ കൃഷ്ണൻ എന്നിവർ ചർച്ചയിൽ. ഞാൻ ശ്രീ കുഞ്ഞിക്കണ്ണനിലേക്ക് പോകുന്നു. ശ്രീ കുഞ്ഞിക്കണ്ണൻ, നമ്മുടെ കൂട്ടിരിക്കുന്ന പ്രഫുലിനടക്കം ഇബ്രാഹിം ഹാജി ശബ്ദ സന്ദേശം അയച്ചു കൊടുത്തതാണ്. ഒരു മനുഷ്യൻ ഒരു ആയുഷ്കാലത്ത് അനുഭവിക്കാവുന്ന സകല ദുരന്തങ്ങളും താണ്ടിയാണ് ആത്മഹത്യ. ആരാണ് ഉത്തരവാദികൾ? വലിയ പ്രതിഷേധം ആ ജീവന്റെ വിലയായി. മനുഷ്യസ്നേഹമുള്ളവർ തെരുവിൽ നിറയണ്ടേ? ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. തീർച്ചയായിട്ടും വലിയ പ്രതിഷേധമുയരണം. ഒരു പാവപ്പെട്ട മനുഷ്യൻ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് വടകര അങ്ങാടിയിൽ ചെറിയ കച്ചവടമൊക്കെ നടത്തി പണമുണ്ടാക്കി ആ സ്വരൂപിച്ച പണം തനിക്ക് നല്ല പലിശ കിട്ടും, നല്ല വിശ്വാസമുള്ള ആളാണ്, TCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അയാൾ പറയുന്നത് വിശ്വസിച്ച് ഈ സൊസൈറ്റിയിൽ നിക്ഷേപിച്ചു. പക്ഷെ അങ്ങനെ നിക്ഷേപിച്ച പണം ഇബ്രാഹിം ഹാജിക്ക് എന്ന് മാത്രമല്ല, ഇപ്പോൾ എൻ്റെ അടുത്ത് തന്നെ ഇന്നലെ രാത്രി ഇന്നുമായിട്ട് 10-15 പരാതികൾ വന്നു കഴിഞ്ഞിരിക്കുക. അവരെല്ലാം 25 ലക്ഷം, 20 ലക്ഷം, 15 ലക്ഷമൊക്കെ കൊടുത്ത ആളുകളാണ്. അങ്ങനെ കൊടുത്ത ആളുകളെ തന്നെ വീണ്ടും വീണ്ടും സമീപിക്കും. കാരണം ഞങ്ങൾക്കൊരു വർക്കുണ്ട്, ബില്ലായിട്ടില്ല, പണം വന്നിട്ടില്ല, ഒരു 10 ലക്ഷം വേണം, 15 ലക്ഷം വേണം എന്ന് പറഞ്ഞ് ഇങ്ങനെ പണം പിരിക്കുന്ന സഹകരണ നിയമങ്ങളെയും സൊസൈറ്റികളെ സംബന്ധിച്ച വ്യവസ്ഥാപിതമായ എല്ലാ രീതികളെയും അട്ടിമറിക്കുന്ന ഒരു ഉഡായിപ്പ് സംഘമായിട്ടാണ് ഈ സൊസൈറ്റിയുടെ ഭരണാധികാരികൾ, അതിൻ്റെ നടത്തിപ്പുകാർ പ്രവർത്തിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു ചരിത്രത്തിലേക്ക് പോയാൽ അശ്മി 10-15 വർഷം മുമ്പ് വടകര രൂപം കൊണ്ട ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ആ സൊസൈറ്റി പല വർക്കുകളും നടത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ആദ്യ പ്രസിഡന്റ് സജിത്ത് എന്ന് പറയുന്ന ഒരു യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നു. ഈ സജിത്തിൽ നിന്ന് ഒരു പ്രത്യേക കോൺഗ്രസിലെ വിഭാഗം തട്ടിയെടുത്തതാണ് ഈ സുധീർ കുമാറിൻ്റെ നേതൃത്വത്തിൽ. ഇതിൻ്റെ ഭരണം അവർ പിടിച്ചെടുത്തതാണ്. അത് നമ്മുടെ പ്രശ്നമല്ല, അവരുടെ പ്രശ്നമാണ്. പക്ഷെ അങ്ങനെ പിടിച്ചെടുത്തപ്പോൾ ഇങ്ങനെ ഒരു സ്ഥാപനത്തെ ഉപയോഗിച്ച് ഇഷ്ടം പോലെ പണം നിക്ഷേപമായി സ്വീകരിക്കാമെന്നും അത് ഇഷ്ടം പോലെ തങ്ങൾക്ക് ഉപയോഗിക്കാമെന്നൊക്കെയുള്ള ഒരു സാധ്യതയായിട്ടാണ് ഇവരിനെ കണ്ടത്. ഇത് വലിയൊരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പിൻ്റെ വളരെ ദയനീയമായ ഒരു ഇരയായിട്ടാണ് ഇബ്രാഹിം ഹാജിക്ക് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത്. കുഞ്ഞിക്കണ്ണൻ, സുധീർ കുമാർ ഇപ്പോൾ ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി അല്ല എന്ന് പറയുന്നത് കൊണ്ട് കോൺഗ്രസിന് അതിന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? ഒരു സാത്വികനായ ഒരു പാവം മനുഷ്യന്റെ ആത്മഹത്യയിൽ കോൺഗ്രസ് രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ? ലീഗ് അടക്കം. കുഞ്ഞിക്കണ്ണൻ അല്ല, ആശ്മി കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മൈന്യൂട്ടായ സംഭവങ്ങൾ പോലും ശ്രദ്ധിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ലേ?
ഞാൻ കോഴിക്കോട്ട് നിൽക്കുന്ന ആളാണ്, കേരള രാഷ്ട്രീയത്തിലെ എല്ലാ സംഭവങ്ങളും നിരീക്ഷിക്കുന്ന ആളാണ്. എൻ്റെ സുഹൃത്ത് നിജേഷും അങ്ങനെ തന്നെയാണെന്നാണ് ഞാൻ കാണുന്നത്, പ്രഫുല്ലും അങ്ങനെ തന്നെയാണെന്നാണ് കാണുന്നത്. ഞാൻ അറിയില്ല സുധീർ കുമാറിനെ 2 വരി മാതൃഭൂമിയിലോ മനോരമയിലോ കൊടുത്താൽ മതിയല്ലോ, 2 വരി വാർത്ത ഇദ്ദേഹത്തെ ജില്ലാ കോൺഗ്രസിൻ്റെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തിരിക്കുന്നു എന്ന വാർത്ത വന്നോ? നിങ്ങൾ ആരെങ്കിലും കണ്ടോ? ഇയാളെ മാറ്റി എന്നത് ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് ഇയാൾ ഉത്തരവാദിയാണെന്ന് വന്നപ്പോഴാണ് ജില്ലാ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് മിസ്റ്റർ പ്രവീൺ കുമാർ മാധ്യമങ്ങളോട് പറയുന്നത് ഇയാളെ ഞങ്ങൾ മാറ്റിയതാണ്. അതൊക്കെ ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ ഇത്? ഇതൊക്കെ ലാറ്റിൻ അമേരിക്കയിലെ ബനാന റിപ്പബ്ലിക് പോലുള്ള നാടാണോ ഇത്? ഇതൊരു ജനാധിപത്യ സമൂഹമല്ലേ? നമ്മൾ അറിഞ്ഞും നമ്മൾ ഇടപെട്ടുമൊക്കെയല്ലേ സമൂഹത്തിൽ മാറ്റമുണ്ടാവുന്നത്? ഇദ്ദേഹം കോൺഗ്രസിൻ്റെ DCCയുടെ ഭാരവാഹിത്വത്തിൽ നിന്ന് മാറിയതായിട്ട് നമുക്കറിയോ? അപ്പോൾ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഉത്തരവാദിത്വപൂർവം ഈ പാവം മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് മറുപടി പറയാൻ ബാധ്യസ്ഥമാണ്. അങ്ങനെ മറുപടി പറയുന്നതിന് പകരം അതിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ്. ഇദ്ദേഹം നിരവധി തവണ പോയിട്ടുണ്ട് സുധീർ കുമാറിൻ്റെ അടുത്ത്, എന്നിട്ട് തനിക്ക് പണം തരണേ. എന്താണ് ഈ പണം എന്ന് പറഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ഇദ്ദേഹം കൊടുത്ത 24 ലക്ഷം രൂപ. അതിനു മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് നിക്ഷേപമുണ്ട്, മക്കളുടെ പേര് നിക്ഷേപമുണ്ട്. ഇന്ന് ഞാൻ ആ വീട്ടിൽ പോയിട്ടുണ്ട്, ഗോവിന്ദ മാസ്റ്ററോടൊപ്പം ഞങ്ങൾ തിരുവള്ളൂരിലുള്ള ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി ഭാര്യയെയും മക്കളെയും ഒക്കെ കണ്ടതാണ്. അപ്പോൾ അവരിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാം, അവരുടെ ബന്ധുക്കൾ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഭാര്യയുടെ പേര് നിക്ഷേപിച്ചിട്ടുണ്ട്, മക്കളുടെ പേര് നിക്ഷേപിച്ചിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ സുധീർ കുമാർ നിർബന്ധിച്ചതനുസരിച്ച് കൊടുത്ത പണമാണ് 24 ലക്ഷം. ആ 24 ലക്ഷത്തിൽ നിന്ന് കുറച്ച് പണം വേണം, തനിക്ക് ആവശ്യമുണ്ട് എന്ന് നിരന്തരമായി ആവശ്യപ്പെട്ടിട്ടും പണം കൊടുത്തില്ല. അവസാനം അദ്ദേഹം നീ എനിക്ക് പണം തരുന്നില്ലെങ്കിൽ എനിക്ക് എൻ്റെതായ വഴി നോക്കേണ്ടി വരും എന്ന് പറഞ്ഞു. മാത്രമല്ല ഒരു കള്ളക്കേസിന്റെ കാര്യം പറയുന്നുണ്ട്. സുധീർ കുമാറിന്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യയെ കൊണ്ട് ഈ സാധു മനുഷ്യനെതിരെ, ഈ വയോധികനെതിരെ കള്ളപ്പരാതി കൊടുപ്പിച്ചെന്നാ പറയുന്നത്. എന്തൊരു അക്രമമാണപ്പോ? അതെ, ഈ വോയിസ് ക്ലിപ്പിൽ നിന്നാണ് നമ്മളത് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തിനെതിരായിട്ട് കള്ളപ്പരാതി കൊടുപ്പിച്ചു, ഇദ്ദേഹത്തെ വാഹനം, അതൊക്കെ വളരെ ഗുരുതരമാണ് സ്ഥിതിഗതികൾ. വാഹനം ഇടിച്ച് കൊല്ലാനുള്ള ശ്രമം നടത്തി. ഇങ്ങനെയുള്ള ഒരവസ്ഥ, ഒരു മനുഷ്യൻ്റെ എത്ര നിസ്സഹായ അവസ്ഥയാണ്. ആ നിസ്സഹായ അവസ്ഥയിലാണ് അദ്ദേഹം പെരുന്നാൾ കഴിഞ്ഞ ഉടനെ ഈ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ആ ജീവിതം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു പ്രഫുല്ലിന് അയച്ചിരിക്കുന്ന ഈ വോയിസ് ക്ലിപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഈ സമൂഹം അറിഞ്ഞിരിക്കണം. ഞാൻ എൻ്റെ ജീവൻ ഒടുക്കുന്നത് ഈ സുധീർ കുമാറിൻ്റെ വളരെ കുറ്റകരമായ മാപ്പർവിക്കാത്ത ഒരു സമീപനം കൊണ്ടാണ്. എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ പണം പിടിച്ചു വച്ചിട്ട് എനിക്ക് ചികിത്സിക്കാൻ പോലും പണം ചോദിച്ചിട്ട് തന്നില്ല എന്നാണ് ഇബ്രാഹിം ഹാജി പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് കൊലക്കേസ് തർക്കമില്ല. ഞാൻ ഇബ്രാഹിം ഹാജി പ്രഫുല്ലിന് അയച്ച 2 സന്ദേശങ്ങൾ ഞാനും കേട്ടു. അത് നമുക്ക് കേട്ട് മുഴുമിക്കാൻ കഴിയില്ല. മനുഷ്യ മനസ്സുള്ളവർ, അല്ലെങ്കിൽ കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവർ സങ്കടപ്പെട്ടു പോകും. വലിയ രോഗാവസ്ഥ നേരിട്ട മനുഷ്യനാണ്. ആ ചിത്രങ്ങളൊന്ന് കാണിക്കുമോ? അത് കാണിക്കുന്നത് ശരിയാണോ എന്നറിയില്ല. വല്ലാത്ത കാലാണ്, വയ്യാത്ത കാലാണ്, കാല് പൊട്ടി നീര് വെച്ച് നടന്ന മനുഷ്യനാണ്. നോക്കൂ, ഈ കാലുകൊണ്ട് ഇഴച്ചിഴച്ച് കിടന്ന മനുഷ്യനാണ്. ആയ കാലത്ത് വിദേശത്തടക്കം കഠിനാധ്വാനം ചെയ്ത് 1-2 30 ലക്ഷം രൂപ, ഈ പറയുന്ന വിയർപ്പിൻ്റെ ഓരോ തുള്ളിയുള്ള 30 ലക്ഷം രൂപ ബാങ്കിൽ ബാലൻസ് ഉള്ളൊരു മനുഷ്യൻ ഈ ഏറ്റവും ഒടുവിൽ ജീവിച്ചത് എങ്ങനെയാണെന്ന് പറയുക? കോഫി ഹൗസിന് മുന്നിൽ വളപ്പൊട്ടുകളും കളിപ്പാട്ടങ്ങളും ഈ വയ്യാത്ത കാലം ജീവിച്ചതാണ്. ഇതൊക്കെ ഈ ചിത്രമടക്കം, ഈ പറയുന്ന ദുരവസ്ഥയടക്കം, ഈ പറയുന്ന സുധീർ കുമാറിനടക്കം പല മനുഷ്യരോടും പറഞ്ഞതാണ്. ശ്രീ പ്രഫുൽ ഇതൊക്കെ കണ്ടിട്ടും ഹൃദയമറിയ, കേസും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പോട്ടെ, ഇതൊക്കെ കേട്ടിട്ടും ഹൃദയം അറിയാത്ത ഈ സുധീർ കുമാർ അടക്കം ഇവരൊക്കെ മനുഷ്യരാണോ പ്രഫുൽ? അശ്മി, ഒരു വല്ലാത്ത കുറ്റബോധത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഇബ്രാഹിം ഹാജി അയച്ച മെസ്സേജ് ആ സമയത്ത് കാണാൻ എനിക്ക് സാധിച്ചിരുന്നു എങ്കിൽ ഒരു പക്ഷേ അദ്ദേഹം മരണപ്പെടില്ലായിരുന്നു. അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു പക്ഷേ ആ മെസ്സേജ് വന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആകുമ്പോഴാണ് ആ ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉള്ളതുകൊണ്ട് കുറേ മെസ്സേജുകൾക്ക് അടിയിൽ കിടക്കുകയായിരുന്നു. വളരെയധികം സങ്കടം തോന്നി. ആ ഒരു ഷോക്കിൽ നിന്ന് വിമുക്തനാകാൻ എനിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. ഒന്ന്, അദ്ദേഹം അയച്ചു തന്ന ചില ചിത്രങ്ങളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിങ്ങളിപ്പോൾ കാണിച്ച നീര് വന്ന കാല്,
അദ്ദേഹത്തിൻ്റെ അത്രയും വലിയ നീര് വന്ന കാലം അദ്ദേഹം വലിയ രോഗങ്ങളുടെ പിടിയിലായിരുന്നു. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ട്, അദ്ദേഹത്തിന് കഴുത്തിൽ പ്രശ്നങ്ങളുണ്ട്, കുറേ കാലം ബെൽറ്റിട്ട് നടക്കുന്നത് ഞങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്, കാലിന് വലിയ പ്രശ്നമുണ്ട്. വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ഇന്ത്യൻ കോഫി ഹൗസിൽ ഭക്ഷണം കഴിക്കുന്ന മുഴുവൻ ആളുകൾക്കും അദ്ദേഹത്തെ നന്നായിട്ട് അറിയാം. കാരണം ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ മുന്നിൽ ഒരു പായ വിരിച്ച് അതിനകത്ത് ഇത് പറയുന്നത് പോലെ കളിക്കോപ്പുകളും മറ്റ് ചെറിയ ചെറിയ സാധനങ്ങൾ വിൽക്കുന്ന ഒരു മനുഷ്യൻ, ഒരു കാലത്ത് ഗൾഫിൽ നന്നായി അധ്വാനിച്ച് നന്നായി പൈസയൊക്കെ സമ്പാദിച്ച ഒരു മനുഷ്യനാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് ഈ അടുത്ത് അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ കാണുന്ന സമയത്ത് വളരെയധികം സങ്കടം തോന്നും. അല്ല, പ്രഫുൽ നന്നായി അധ്വാനിച്ച് നന്നായി ജീവിച്ച മനുഷ്യനാണ്. ആത്മാഭിമാനം പണയം വെക്കാതെ ആർക്കും മുന്നിൽ തലകുനിക്കാതെ കഠിനാധ്വാനം ചെയ്ത് ജീവിച്ച മനുഷ്യനാണ്. ചെയ്ത് തെറ്റെന്താണ് ഈ പൈസ കൊണ്ട് യുമാറിന്റെ ബാങ്കി കൊണ്ടിട്ടു. പ്രഫുൽ നോക്കുക, അദ്ദേഹം ജീവിക്കുന്നത് കോഫി ഹൗസിനകത്ത് ഒറ്റമുറി ലോഡ്ജിൽ, ജീവിക്കുന്നത് ഈ പറഞ്ഞ കളിപ്പാട്ടം വിറ്റ്. എന്തൊരു മനുഷ്യാവസ്ഥയാണ് പ്രഫുൽ. ഹാഷ്മി, എനിക്കൊരു ഏറ്റവും സങ്കടം തോന്നിയത് കാരണം 28 ലക്ഷം രൂപ ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. 15 ലക്ഷത്തോളം രൂപ ബിനീഷ് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനായിട്ടുള്ള ബാങ്കിലെ ആൾക്ക് കൊടുത്തിട്ടുണ്ട്. അത് അല്ലാതെ ബാങ്കിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിൽ ഇട്ട് കൊടുത്തു എന്നാണ് എനിക്ക് അയച്ചിരിക്കുന്ന ശബ്ദ സന്ദേശത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 10-45 ലക്ഷം ലിക്വിഡ് ക്യാഷ് ഡെപ്പോസിറ്റ് ഉള്ള ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ എല്ലാ ദിവസവും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ശൗചാലയമുണ്ട് ഇതിന് തൊട്ടടുത്ത്. വാതിൽ പോലുമില്ലാത്ത, അടച്ചുറപ്പില്ലാത്ത, വൃത്തികെട്ട രൂക്ഷഗന്ധമുള്ള ഒരു ശൗചാലയം. ഇതാ ഞാനിപ്പോൾ ഇരിക്കുന്നത് കോഫി ഹൗസിൻ്റെ എൻ്റെ ഓഫീസിൻ്റെ അടുത്ത് തന്നെയാണ്. അവിടെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയും പൈസ ഡെപ്പോസിറ്റ് ഉണ്ട്, ഇത്രയും വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെ ഉണ്ട സമയത്ത് പോലും ആത്മാഭിമാനം പണയം വെക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. അപ്പോഴും ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പറയുന്ന വളയും അതുപോലെ കമ്മലും ഒക്കെ വിറ്റിട്ട് ആത്മാഭിമാനം പണയം വെക്കാതെ ജീവിക്കുന്നുണ്ടായിരുന്നു. ആ ബാങ്കിലെ മുഴുവൻ ആളുകളുടെയും അടുത്ത് ചെന്ന് നിരന്തരമായി താൻ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ, ഈ സുധീർ കുമാറിൻ്റെ വീട്ടിൽ പോയി മാന്യമായി ആവശ്യപ്പെട്ടപ്പോൾ സുധീർ കുമാറിൻ്റെ ഭാര്യയോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന കള്ളക്കേസ് കൊടുത്തിരിക്കുന്നു ഈ വന്ധ്യ വയോധികനെതിരെ. എന്ത് നെറികളാണ്! മനുഷ്യത്വം എന്ന് പറയുന്നത് ഈ സുധീർ കുമാറിനും അതുപോലെ തന്നെ ബഷീറിനും എല്ലാം തന്നെ തൊട്ട് തീണ്ടിയിട്ടുണ്ടോ? മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കോൺഗ്രസ്സുകാരാണ് ഈ ബാങ്ക് നടത്തുന്നത്. നിരന്തരമായി കയറിയിറങ്ങുക, എഗ്രിമെൻ്റ് വിളിച്ചിരുത്തി എഗ്രിമെൻ്റ് ഉണ്ടാക്കുക, എന്നിട്ട് പണം തരുമെന്ന് പറയുക, ആ പണത്തിന് വേണ്ടി കാത്തിരിക്കുക, ഹോസ്പിറ്റലിൽ കാണിക്കാൻ, ഒന്ന് സർജറി ചെയ്യാൻ, എന്തെങ്കിലും ഒരു മരുന്ന് വാങ്ങിക്കാൻ തരുമെന്ന് വിചാരിച്ച് ഈ മനുഷ്യൻ ഈ വയ്യാത്ത കാലം വലിയ മന്ത് പോലെയുള്ള വലിയ നീരുമായി കാലം വലിച്ച് പോലീസിൽ പോയി. പോലീസിനോട് ഇത് മൊത്തം പറഞ്ഞു. പോലീസുകാർക്ക് ഇത് മനസ്സിലാവുന്നില്ല, പിന്നെ ആർക്ക് മനസ്സിലാവണം പ്രഫുൽ? 3 മാസം മുമ്പ് വടകര പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹം പരാതിപ്പെട്ടു. ആ പരാതിപ്പെട്ട സമയത്ത് പോലീസുകാർ അങ്ങോട്ട് ചൂടായി എന്നാണ് പറഞ്ഞത്. ഇങ്ങോട്ട് കയർത്ത് സംസാരിച്ചു. നിങ്ങൾ അപമര്യാദയായിട്ട് പെരുമാറിയിട്ടില്ലേ, പോലീസിൻ്റെ ഭാഗത്തുനിന്നും നീതി കിട്ടില്ല എന്ന് മനസ്സിലായി. പുതിയ മന്ത്രിസഭ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ, കോൺഗ്രസ് സർക്കാർ വന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചു. ഇവരുടെ സാമ്പത്തികമൊക്കെ റെഡിയാകുമെന്ന്. എന്നിട്ടോ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷവും ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നുള്ള പൂർണ്ണ ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടായ സമയത്താണ് ആത്മഹത്യ എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നത്. ഇബ്രാഹിം ഹാജി ആത്മഹത്യ ചെയ്തതല്ല, സത്യത്തിൽ ഇബ്രാഹിം ഹാജിയെ കൊന്നതാണ്. ആ കൊന്ന പ്രതികളുടെ പേരാണ് ഇബ്രാഹിം ഹാജി എനിക്കയച്ച വോയിസിൽ പറയുന്നത്. സുധീർ കുമാർ, ദിലീപ് കുമാർ, ബഷീർ അഹമ്മദ്, അതുപോലെ തന്നെ പ്രീന, മജീദ് ഹാജി, ഹുസൈൻ കമ്മന, റനീഷ് തുടങ്ങിയ ആളുകളുടെ പേരുകൾ. ഇവരാണ് കൊലപാതകത്തിന് ഉത്തരവാദികൾ. ഇവർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. അത് ഡിസ്ട്രിക്ട് ജനറൽ സെക്രട്ടറി അല്ല പോലും, DCCയുടെ. ആര് പറഞ്ഞു? ഇവിടെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ അവർക്കും അറിയില്ല. അപ്പം ഇന്ന് DCC പ്രസിഡന്റ് പറഞ്ഞത് അദ്ദേഹത്തെ വളരെ മുന്നേ പുറത്താക്കി എന്നാണ്. DCC പ്രസിഡന്റിന്റെ ഭാവം കണ്ടാൽ വേണമെങ്കിൽ കുറച്ചുകൂടി മുന്നേ പുറത്താക്കാം എന്നുള്ളൊരു ഭാവത്തിലാണ് DCC പ്രസിഡന്റ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം തന്നെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഉത്തരവാദിത്തപ്പെട്ടവരാണ്, വേണ്ടപ്പെട്ടവരാണ്. മുൻ മെമ്പർമാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതൃത്വത്തിലുള്ള ബാങ്കാണ്, സൊസൈറ്റിയാണ് ഈ പറയുന്ന കടത്തനാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത്. 100 കണക്കിന് ആളുകളുടെ കയ്യിൽ നിന്ന് ശതകോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം സ്വീകരിച്ചിട്ടുണ്ട്. ആ നിക്ഷേപം സ്വീകരിക്കുന്ന സമയത്ത് മോഹന വാഗ്ദാനങ്ങളായിരുന്നു. 1250 രൂപ, 1 ലക്ഷത്തിന് മാസ പലിശ തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇബ്രാഹിം ഹാജിയെ പോലുള്ളവരെ പറ്റിച്ചിട്ടുള്ളത്. 100 കണക്കിന് ആളുകളാണ് പരാതി കൊണ്ട് മുന്നോട്ടേക്ക് വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് വടകരയിലെ ഈ ബാങ്കിൻ്റെ മാത്രം കാര്യമല്ല. ഇത്തരത്തിൽ ഉള്ള ആളുകൾ, നിരവധിയായിട്ടുള്ള തട്ടിപ്പുകൾ വടകര മേഖലയിലും മാത്രം ഇത്തരം സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സുധീർ കുമാർ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കക്കട്ടിലൊരു ബാങ്കിലാണ്. ആ കക്കട്ടിൽ ബാങ്കിൽ ഉൾപ്പെടെ ഈ നിക്ഷേപ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ പറയുന്ന സുധീകുമാർ എന്ന് പറയുന്ന വ്യക്തി
ആ സുധികുമാറിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപയാണ് പോലും വാങ്ങിച്ചിരിക്കുന്നത്. അതിൽ ഇടപെട്ടിരിക്കുന്നത് ഈ പറയുന്ന സുധികുമാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ബിനീഷ് എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടിലേക്കാണ് 15 ലക്ഷം രൂപ ഇട്ടുകൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ഒരു പാവപ്പെട്ട ഒരാളെ, ഒരു വയോധികനെ പറ്റിച്ചുകൊണ്ടാണ് ഈ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഇത്രയും കാലം ജീവിച്ചു പോന്നിട്ടുള്ളത്. അതുകൊണ്ട് മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ല. എനിക്കയച്ചിട്ടുള്ള ആ മൊഴി എന്ന് പറയുന്നത് അത് മരണമൊഴിയായിട്ട് പോലീസ് രേഖപ്പെടുത്തണം. ഞാനിപ്പോൾ SP വിളിച്ച് സംസാരിച്ച് കുറേ മുമ്പേ SP പറഞ്ഞത് അതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ ഹാജരാകാൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ എല്ലാ തെളിവുകളും ഞാൻ സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷയും അസ്തമിച്ച സമയത്താണ് എന്നോട് ഈ മെസ്സേജ് അയച്ചിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത്. നിങ്ങളെങ്കിലും ഇത് മാധ്യമങ്ങൾക്ക് കൊടുക്കണം, ഇത് പോലീസിന് കൊടുക്കണം. എൻ്റെ മക്കൾക്ക്, എൻ്റെ മരുമക്കൾക്ക് അവിടെ അംഗവൈകല്യം സംഭവിച്ച ഒരു കുട്ടിയുടെ പേരിലും അദ്ദേഹം പൈസ ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ കുടുംബത്തിലെ അംഗവൈകല്യം സംഭവിച്ച ആ കുട്ടിക്ക് എല്ലാ മാസവും ഒരു നിശ്ചിത പൈസ കിട്ടണം, അതുകൊണ്ടാണ് ഞാൻ ആ കുട്ടിയുടെ പേരിൽ നിക്ഷേപിച്ചത്. എൻ്റെ മക്കൾക്കും മരുമക്കൾക്കും ഈ പറയുന്ന അംഗവൈകല്യം സംഭവിച്ച കുട്ടിക്കുമെല്ലാം എൻ്റെ ഈ പൈസ മരണശേഷമെങ്കിലും കിട്ടണം, മരണശേഷമെങ്കിലും എനിക്ക് നീതി കിട്ടണം. ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുള്ളത്. എന്തായാലും അത് വാങ്ങിച്ചു കൊടുക്കുന്നതുവരെ, ഇത്തരത്തിലുള്ള സഹകരണ ബാങ്കുകളുടെ തട്ടിപ്പുകളെ പുറത്തു കൊണ്ടുവന്നവരെ ശക്തമായിട്ടുള്ള നിരവ പോരാട്ടങ്ങൾക്ക് പ്രഫുൽ. മരിച്ച മനുഷ്യന്മാരോട് നീതി കാണിക്കുക, അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക, പൊരുതുക എന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. നിജേഷ്, ഇവിടെ കോൺഗ്രസുമായി ബന്ധമില്ലെന്ന് പറയല്ലേ? കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും ഒക്കെ പേട്രണേജിൽ, UDFിൻ്റെ പേട്രണേജിലുള്ള ഒരു ബാങ്കാണ് ഈ ബാങ്ക്. അതിൽ ഇഷ്ടം പോലെ കോൺട്രാക്ട് വർക്ക്. ഇപ്പോൾ ഈ ഇബ്രാഹിം ഹാജിയുടെ ശബ്ദ സന്ദേശത്തിൽ പറയുന്നുണ്ട്, അതിന് കിട്ടുന്ന അതിൻ്റെ മുടക്കുമുതലും കിട്ടുന്ന ലാഭങ്ങളുടെ കോടികളുടെ കണക്കൊക്കെ ആ വോയിസ് മെസ്സേജിൽ പറയുന്നുണ്ട്. അവസാന വാക്കുകളിൽ ഒരു മനുഷ്യൻ കള്ളം പറയില്ല. നിജേഷ്, UDF സർക്കാർ അധികാരത്തിലെത്തിയാൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പാവം കരുതിയതാണ്. മുട്ടാത്ത വാതിലില്ല, ചോദിക്കാത്ത സഹായങ്ങളില്ല. എന്നിട്ട് സുധീർ കുമാറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഭാര്യയെ കൊണ്ട് കയറി പിടിച്ചൊന്ന് പച്ചക്കള്ളം പരാതിയെ കുടിപ്പിക്കുക, വണ്ടി കൊണ്ടിടിച്ച് കൊല്ലാൻ നോക്കുക, മനുഷ്യനെ പരമാവധി ബ്രിമ്മിലേക്ക് എത്തിച്ച് കൊലക്ക് കൊടുത്തതാണ് നിജേഷ്. അല്ല, ഞാനൊരു ഘട്ടത്തിൽ പോലും ഈ കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെയോ അതിൻ്റെ അധിപന്മാരെയോ ന്യായീകരിക്കാൻ തയ്യാറായിക്കൊണ്ടല്ല ഈ ഫ്ലോറിലേക്ക് വന്നിട്ടുള്ളത്. നേരത്തെ ആഷ്മിയോ അല്ലെങ്കിൽ പ്രഫുലോ പറഞ്ഞതുപോലെ ഇതൊരു സർവീസ് സഹകരണ ബാങ്ക് അല്ല, ഇതൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നേരത്തെ സുധീർ കുമാർ അതിൻ്റെ പ്രസിഡൻ്റായിരുന്നു, ഇപ്പോൾ മറ്റൊരാളാണ് ഇതിൻ്റെ പ്രസിഡന്റ്. ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു കോൺഗ്രസുമായി ബന്ധമുള്ള അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന ഒരു സഹകരണ സംഘം അല്ല എന്ന് ഉറപ്പിച്ചു പറയാൻ വ്യക്തിപരമായിട്ടും സംഘടനാപരമായിട്ടും എനിക്ക് സാധിക്കും. കാരണം കോഴിക്കോട് ജില്ലയിലെ സൊസൈറ്റികളാണെങ്കിലും ബാങ്ക് ആണെങ്കിലും സഹകരണ സ്ഥാപനങ്ങളാണെങ്കിലും ഞങ്ങളുടെ കുടക്കീഴിൽ വരുന്ന എല്ലാ സ്ഥാപനങ്ങളുടെയും ലൈസൺ കമ്മിറ്റി ഞങ്ങൾക്കുണ്ട്. അതിലെല്ലാ പ്രസിഡന്റുമാരെയും ഞങ്ങൾ മാസത്തിലോ 2 മാസം കൂടുമ്പോൾ വിളിക്കാറുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പറയുന്നു സുധീർ കുമാർ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവ് എന്ന നിലയ്ക്ക് തന്നെയാണെന്ന് പറയുന്നു. ആ കോൺഗ്രസ് നേതാവായ സുധീർ കുമാറിനെ വിശ്വസിച്ചാണെന്ന് ഈ മനുഷ്യനെ പണം കൊണ്ട് മൊത്തം അതിനകത്തിട്ടത്. ആഷ്മി അതിനെ രണ്ടാക്കി പറയുകയാണ്. ഞാനതിനെ ന്യായീകരിക്കുകയല്ല. ഞാൻ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന അല്ലെങ്കിൽ UDF നേതൃത്വം കൊടുക്കുന്ന സംഘം എന്നുള്ളത് അത് ശരിയല്ല എന്ന് മാത്രമാണ് പറഞ്ഞത്. 2, സുധീർ കുമാർ കോൺഗ്രസ് പ്രവർത്തകനാണ് എന്ന കാര്യത്തിൽ, നേരത്തെ ഭാരവാഹിയായിരുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുധീർ കുമാർ വ്യക്തിപരമായിട്ട് ഈ തരത്തിലേക്ക് സുധീർ കുമാർ നേതൃത്വം കൊടുക്കുന്ന ഈ സംഘം ഏതെങ്കിലും തരത്തിലുള്ള ക്രമക്കേടുകൾ നടത്തി അല്ലെങ്കിൽ എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിന് സമഗ്രമായ അന്വേഷണം ഈ ഗവൺമെന്റ് നടത്തണം. അതുപോലെ സഹകരണ സംഘവും നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഇപ്പോൾ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത, 100 കണക്കിന് കോൺട്രാക്ടുകൾ എടുത്തിട്ടുണ്ട്. പ്രഫുലിന് ഒരു മരണമൊഴി പോലെ ശബ്ദ സന്ദേശം ഇടാമെങ്കിൽ അതിനു മുമ്പ് ഈ പറയുന്ന സുധീർ കുമാറിന്റെ പാർട്ടി നേതാക്കളെ ഒക്കെ പോയി കണ്ടിട്ടുണ്ടാവില്ലേ ഇബ്രാഹിം ഹാജി? ഇടപെടാൻ കഴിയാവുന്ന സകലവാതിൽ മുട്ടിയിട്ടുണ്ടാവില്ലേ? ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് ജീവനെടുക്കാൻ തീരുമാനിക്കുന്നത് എപ്പോഴാണ്? അവസാനമായി മുട്ടി ഒരു വാതിലും തുറക്കാതെ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ഗതികെടുമ്പോഴല്ലേ? ആ സമയത്ത് ഒരു ആത്മഹത്യ പരിഹാരമല്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും ഒരു പെട്രോൾ എടുത്തുകൊണ്ട് പോയി സുധീർ കുമാറിന്റെ വീട്ടിന് മുന്നിൽ പോയി ആത്മഹത്യ ചെയ്യണമെങ്കിൽ അയാൾ മുട്ടാത്ത വാതിലുണ്ടാവുമോ? നിങ്ങളുടെ പാർട്ടി നേതാക്കളെ ഇപ്പോൾ കണ്ടുണ്ടാവില്ലേ നിജേഷ്? ഞാനത് സിൻസിയറായി പറയുന്നത്, ഞാൻ ഇന്ന് ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ ഇങ്ങനെ ഏതെങ്കിലും പരാതി വന്നിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് നേരത്തെ ചില സ്ഥാപനങ്ങളിലൊക്കെ പരാതികൾ വന്നിട്ടുണ്ട്. ഞാൻ തന്നെ ഒന്നിലധികം സഹകരണ സ്ഥാപനങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പാർട്ടി നിയോഗിച്ച കമ്മിറ്റിയിൽപ്പെട്ട ആളാണ്. അങ്ങനെ ഒന്നിലധികം തവണ അവിടെയൊക്കെ നമ്മൾ പോവാറുണ്ട്. പാർട്ടി കമ്മിറ്റി അതിൽ
പരിഹാരമുണ്ടാക്കാറുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് DCCയിലേക്ക് വന്നിട്ടില്ല എന്ന് നിസ്സംശയം പറയാം. വടകര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിളിച്ചു ചോദിച്ചു, നമ്മുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കാർക്കെങ്കിലും രേഖാമൂലമോ വാക്കാലോ തന്ന പരാതിയുണ്ടോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു അവിടെ നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അവിടെ ഡെപ്പോസിറ്റേഴ്സിന് 10-14% പലിശ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് പലിശ കൊടുത്തുകൊണ്ടാണ് അവർ ആ സ്ഥാപനം കൊണ്ടുപോയത്. നമുക്കൊക്കെ അറിയാം. താങ്കൾ വിളിച്ചു ചോദിക്കുന്ന ആളുകൾ പരാതി ഉണ്ടെങ്കിൽ പരാതി ഉണ്ടെന്ന് സമ്മതിക്കോ? മരിച്ചുപോയ ഒരു മനുഷ്യന്റെ പരാതി ഉണ്ടെന്ന് സമ്മതിക്കോ? വലിച്ചു കയറി കൊട്ടയിടൽ അല്ല ചെയ്യുള്ളൂ. ഈ പറഞ്ഞ 71 വയസ്സുകാരന്റെ പേരിൽ ഭാര്യയെ കൊണ്ട് കള്ളപ്പരാതി കൊടുപ്പിക്കാൻ നോക്കുന്നവർ എന്തൊക്കെ ചെയ്യും? ആഷ്മി, ഞാനിപ്പോൾ എൻ്റെ അനുഭവം അല്ലാതെ ഞാൻ അന്വേഷിച്ച ആളുകൾ അവിടെ എങ്ങനെ പരാതി ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കണ്ടേ? അതെൻ്റെ ബാധ്യതയല്ലേ? നേരത്തെ ഉള്ള പല സഹകരണ സ്ഥാപനങ്ങളും കോൺഗ്രസ് ഭരിക്കുന്ന സ്ഥാപനങ്ങൾക്കകത്തുണ്ടായ ചെറിയ പ്രശ്നങ്ങൾ പോലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ഞങ്ങൾ അന്വേഷണത്തിന് ആളുകളെ വെക്കാറുണ്ട്, അതിന് പരിഹാരമുണ്ടാക്കാറുണ്ട്. ഞാൻ അത് മാത്രമാണ് പറഞ്ഞത്. കാരണം ഇതൊരു ആദ്യത്തെ സംഭവമായിട്ടല്ല. പക്ഷേ ഇവിടെ ഒരു മിസ്മാനേജ്മെൻറ്റ് നടന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞാനിത് അവരുടെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടപ്പോൾ കുറേ പൈസ പല പഞ്ചായത്തുകളിൽ നിന്നും വർക്ക് എടുത്തത് കിട്ടാനുണ്ട്. പക്ഷേ വലിയ പൈസ കോവിഡ് കാലത്തും അല്ലാത്ത കാലത്തും ഒക്കെ ഞാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനെ പ്രതിസന്ധിയായതാണോ ആരെങ്കിലും അമർത്തിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ വിശദമായ അന്വേഷണം നടക്കട്ടെ. ഞാൻ അങ്ങനെയൊക്കെ എത്താം. CKT കുഞ്ഞിക്കണ്ണൻ, ഞാൻ മനസ്സിലാക്കുന്നത് കോഫി ഹൗസിൽ ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങുന്ന മുഖപരിചയമുള്ള എല്ലാവരോടും പോയി മനുഷ്യൻ പറഞ്ഞോ? അനീഷ് പറഞ്ഞോ. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ഞാൻ ആദ്യമേ പറഞ്ഞു, ഞാനിതിനെ ന്യായീകരിക്കാൻ തയ്യാറല്ല. ഞാൻ അവിടെ പണം നഷ്ടപ്പെട്ട ഇരകൾക്കൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന, ഒപ്പം നിൽക്കുന്ന ഒരാളാണ്. അല്ലാത്ത ഒരു ഘട്ടത്തിലും സംഘടനാപരമായിട്ടോ വ്യക്തിപരമായിട്ടോ എന്നെ കാണില്ല. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയും, ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ തകർന്നു വീഴുമ്പോൾ ഇത് ഒരാൾക്ക്, അപ്പം നേരത്തെയുള്ള വോയിസ് മെസ്സേജിനകത്ത് നമ്മൾ കേട്ടതുപോലെ സർക്കാരിൻ്റെ അക്രഡിറ്റേഷനുള്ള, സർക്കാരിൻ്റെ അംഗീകാരമുള്ള സംഘടന എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിൽ നിന്ന് ഡെപ്പോസിറ്റ് വാങ്ങിയത്. അത് വളരെ കൃത്യമാണ്. സർക്കാർ, നമ്മൾക്കറിയാം, AR ഓഫീസുണ്ട്, JR ഓഫീസുണ്ട്, ഓഡിറ്റർമാരുണ്ട്, സഹകരണ സ്ഥാപനങ്ങൾക്ക് ഓഡിറ്റർമാരുണ്ട്. ഇവരൊക്കെ ഉള്ള ഒരു സംഘടനയിൽ വർഷത്തിൽ 2 തവണ സഹകരണ സ്ഥാപനങ്ങളിൽ ഓഡിറ്റ് നടത്തി ക്രമക്കേടുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി ആ സഹകരണ സ്ഥാപനത്തിൻ്റെ, അതിൻ്റെ ബോഡിയെ സസ്പെൻഡ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അവർക്കെതിരെ കേസെടുക്കേണ്ട ഒരു സിസ്റ്റം ഇവിടെയുണ്ട്. നമുക്കെല്ലാം അറിയാം, രാഷ്ട്രീയ സ്വാധീനമാണെന്ന് എല്ലാവർക്കും അറിയാം. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ വലിയ കാര്യങ്ങൾ പോവും, പേപ്പറിൽ കിടക്കുകയുള്ളൂ. നമുക്കറിയാം. നമ്മൾ ആദ്യമായിട്ട് ചർച്ച ചെയ്യല്ല, നമ്മൾ കരുവന്നൂരടക്കം നമ്മൾ ചർച്ച ചെയ്താണ്. നിജേഷ് അടക്കം ആഞ്ഞടിച്ചതാണ് CPM-നെതിരെ അല്ലേ? കോൺഗ്രസ് നേതാക്കൾക്കും ലീഗ് നേതാക്കൾക്കും അല്ല ഞാൻ ഈ പറയുന്നത് ഈ ഒരു കേസിലല്ല ഹാഷ്മി. ഞാൻ ചോദിക്കുന്നത്, ഒരു സർക്കാരിനകത്ത് ഒരു സിസ്റ്റം വേണ്ടേ? ആ സിസ്റ്റം ഉള്ളത് കൊണ്ടല്ലേ കോഴിക്കോട് വലിയൊരു സഹകരണ ഓഫീസ് ഉള്ളത്, സർക്കിൾ ഓഫീസുകളുള്ളത്. ആ ഓഫീസ് ഉദ്യോഗസ്ഥരെ നമ്മുടെ നികുതി പണം കൊണ്ട് വെച്ചിരിക്കുന്നത്. അവർ വർഷാവർഷം അന്വേഷിക്കണ്ടേ? അവർ നടപടിയെടുക്കണ്ടേ? ഇതിങ്ങനെ നീണ്ടുപോയി. 12 വർഷം പ്രായമുള്ള ഒരു സ്ഥാപനത്തിൽ 4 കോടി രൂപയിലധികം ബാധ്യതയുണ്ടായിട്ടും കണ്ടെത്തപ്പെടാത്തതാണ് നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം നമുക്കതിനെ ആരോ ആവട്ടെ, അത് കോൺഗ്രസ് ആവട്ടെ, മാർക്സിസ്റ്റ് ആവട്ടെ, ലീഗ് ആവട്ടെ, ആരോ ആവട്ടെ, അവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ളത് എങ്കിൽ, ഇപ്പം നേരത്തെ പ്രഫുൽ പറഞ്ഞ റനീഷ്, ഞാൻ റനീഷ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനല്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും അതിന്റെ ഡയറക്ടർ ബോർഡിനകത്തുണ്ട് എന്നാണ്. റനീഷ് കോൺഗ്രസ്സുകാരല്ല, CPM അനുഭാവിയാണ് എന്നാണ്. നേരത്തെ ഒരു ഷാജി ഉണ്ട്, ഷാജിയാണ് അത്ര കുറെ കാലം നടത്തിയത്. റനീഷ് 1.5 കൊല്ലമായിട്ട് CPM അനുഭാവിയാണ്. കാരണക്കാരൻ സുധീർ കുമാർ നിങ്ങളുടെ നേതാവാണ്. എന്നിട്ട് റനീഷ് പാർട്ടി അനുഭാവിയാന്ന് പറഞ്ഞ അങ്ങോട്ടൊക്കെ ചായാവോ? ഞാൻ സുധീർ കുമാർ ചെയ്യുന്ന പ്രവൃത്തിയെ ന്യായീകരിക്കാൻ അല്ല ഹാഷ്മി ഞാൻ ഇവിടെ വന്നത്. സുധീർ കുമാറുമായി സമഗ്രമായ അന്വേഷണം നടത്തിയേ മതിയാകൂ. തെറ്റുള്ളവനെ, ഈ കോൺഗ്രസ് പാർട്ടിയിലാണ് ഒരു തെറ്റുകാരുണ്ടെന്ന് അദ്ദേഹത്തിന് ന്യായീകരിക്കുന്ന പണിയാണോ എനിക്കുള്ളത്? ആ പണിയല്ല. സുധീർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സുധീറിനെതിരെ നടപടിയെടുക്കണം. മറ്റാരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടി എടുക്കണം എന്ന് മരണമൊഴിയായി കണക്കാക്കേണ്ടി വരും. പ്രഫുലിനെ അയച്ച അദ്ദേഹത്തിന് അവസാന പിടയുന്ന സന്ദേശം അദ്ദേഹത്തിന് മരണമൊഴിയായി കണക്കാക്കേണ്ടി വരും. ഈ പറയുന്ന എല്ലാ വകുപ്പും ചുമത്തി കേസെടുക്കേണ്ടി വരും. അതിനിപ്പോൾ ആരുടെ ഔദാര്യമൊന്നുമല്ല. ജഷ്നാത്താം CKT കുഞ്ഞുങ്ങൾ, ഞാൻ മനസ്സിലാക്കുന്ന കോഫി ഹൗസിൽ നിന്ന് പുറത്തിറങ്ങുന്ന മുഖപരിചയമുള്ള സകലം ഒറ്റ കാര്യം, എന്റെ ആത്മാർത്ഥതയെ ശരി. CKT കുഞ്ഞുങ്ങൾ, ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത് ആ കോഫി ഹൗസിൽ കയറി ചായ കുടിച്ച് പുറത്തിറങ്ങുന്ന സകല മുഖപരിചയമുള്ള മനുഷ്യരോടും ഈ വിലാപം പറഞ്ഞിട്ടുണ്ട്. ചില ആൾക്കാരൊക്കെ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, അതിനുള്ള ഉപാധികൾ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ പറയുന്നൊരു മനുഷ്യൻ ഈ സുധീർ കുമാറിന്റെ പാർട്ടി നേതാക്കളോട് പോയി ഒരു വാക്കും മിണ്ടിയിട്ടില്ല, ഒരു പരാതിയും കൊടുത്തിട്ടില്ല എന്ന് പറയുന്ന തൊണ്ടോടങ്ങാൻ വിഴുങ്ങാൻ പറ്റുമോ CKT കുഞ്ഞുകണ്ണൻ? അല്ല, 2 കാര്യങ്ങൾ ആദ്യം തന്നെ ഈ ചർച്ചയിൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഇപ്പോൾ നിജേഷ് പറയുന്നത് ഇതിന് കോൺഗ്രസുമായിട്ടും UDF ആയിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരു സൊസൈറ്റിയാണെന്നാണ്.
നിജേഷേ, ഈ സുധീർ കുമാർ ഇഷ്ടംപോലെ നിക്ഷേപങ്ങൾ സ്വീകരിച്ച് നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സൊസൈറ്റിക്ക് വലിയ പ്രതിസന്ധി ഉണ്ടായത് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഈ ബഷീർ അഹമ്മദ് എന്ന് പറയുന്ന ലീഗുകാരനെ ഇതിൻ്റെ പ്രസിഡന്റ് ആക്കിയത്. സുധീർ കുമാറിനെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ട് ബഷീർ അഹമ്മദിനെ പ്രസിഡന്റ് ആക്കുന്നത്. ബഷീർ അഹമ്മദിനെ പ്രസിഡന്റ് ആക്കിയതിന് ശേഷം കോഴിക്കോട് ലീഗ് ഹൗസിൽ, എൻ്റെ കയ്യിൽ അതിൻ്റെ പിക്ചറുണ്ട്, ദൃശ്യങ്ങളെല്ലാം ഉണ്ട്, കോഴിക്കോട് ലീഗ് ഹൗസിൽ സാക്ഷാൽ സാദിഖലി ശിഹാബ് തങ്ങൾ ഇതിൻ്റെ നിക്ഷേപ സമാഹരണം ഉദ്ഘാടനം ചെയ്യുകയാണ്. ആരിൽ നിന്ന് ഓഹരി സ്വീകരിച്ചുകൊണ്ട്, നിക്ഷേപം സ്വീകരിച്ചുകൊണ്ട്? പഴയ പൊതുമരാമത്ത് മന്ത്രി മിസ്റ്റർ PK ഭാവയിൽ നിന്ന് പണം സ്വീകരിച്ചുകൊണ്ട്. ആ സമയത്ത് ആ ചടങ്ങിന്, ആ ഫ്രെയിമിൽ, ആ ഫോട്ടോയിൽ ആരൊക്കെ ഉണ്ടെന്നറിയോ? കുഞ്ഞാലിക്കുട്ടിയുണ്ട്, പാറക്കൽ അബ്ദുള്ളയുണ്ട്, ലീഗിൻ്റെ പ്രമുഖരായ നേതാക്കളുണ്ട്, ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന മിസ്റ്റർ ബഷീർ അഹമ്മദുണ്ട്. അപ്പം നിങ്ങൾ ആളുകളെ മുഴുവൻ തന്നെ എന്താണ് കബളിപ്പിക്കാൻ നോക്കരുത്. ഒരു മനുഷ്യൻ്റെ ദാരുണമായ ഒരു മരണത്തിന് ഉത്തരവാദിയായ ഒരു വിഷയമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത്. അതിൽ സുധീർ കുമാറിനും സുധീർ കുമാറിൻ്റെ UDFനും അതിന് പങ്കുണ്ട്. നിങ്ങളാണ് ഈ സൊസൈറ്റി ഉണ്ടാക്കിയത്. നിങ്ങൾ ഈ വടകര താലൂക്കിലെ ഊരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയെ തകർക്കാൻ വേണ്ടി നടത്തിയ ഈ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങളുടെ എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇങ്ങനെ ഒരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഉണ്ടാക്കി 10-12 വർഷം, 15 വർഷമായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ 15 വർഷക്കാലത്തിനിടെ ഈ സൊസൈറ്റി ചില വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട്. ഈ വർക്കുകളുമായി ബന്ധപ്പെട്ട് വന്ന വരുമാനമൊന്നും എന്താണ്? നിങ്ങൾ ഈ സൊസൈറ്റിയിലെ നിക്ഷേപകർക്ക് ന്യായമായ രീതിയിൽ കൊടുത്തിട്ടില്ല. ഇപ്പോൾ ബഷീർ അഹമ്മദ് ഒരു ചാനലുമായിട്ടുള്ള സംഭാഷണത്തിൽ പറയുന്നത് കേട്ടു, ഞങ്ങളിതാ എല്ലാവർക്കും ഈ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്, പലിശ കൊടുത്തിട്ടുണ്ട്. വസ്തുതാവിരുദ്ധമാണ്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഇവർക്കാർക്കും കോൺഗ്രസ്സുകാർക്കൊന്നും ഒരു ബന്ധമില്ലെന്ന്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്താണ് എൻ്റെ മുമ്പിലേക്ക് ഈ വിഷയം വരുന്നത്. ഞങ്ങളെ പ്രദേശത്തുനിന്ന് ഇതിൽ കുടുങ്ങിയ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് എന്നെ സമീപിച്ചത്. എന്നോട് അവർ ഈ ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നു. അപ്പോൾ അവർ പറഞ്ഞത്, ഇത് ഞങ്ങൾക്ക് 25 ലക്ഷമുണ്ട്, ഇവിടെ വേറൊരാൾക്ക്, ഒരു റിട്ടയർ ചെയ്ത ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ ഇതിൽ കൊണ്ടുപോയിട്ടതാണ്. അതിൻ്റെ ഒക്കെ ഇടനിലക്കാരായി പ്രവർത്തിച്ചത് ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാരും ലീഗുകാരുമാണ്. ഇത് ക്യാൻവാസ് ചെയ്ത് ഇതിനു വേണ്ടി ലോബിങ് നടത്തിയത് അവർ വഴിയാണ് സുധീർ കുമാറും ഈ അഹമ്മദ് ബഷീറും ഇത്രയും പണം തട്ടിയെടുത്തത്. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൻ്റെ സമയമായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു, ഇപ്പോൾ പാറക്കൽ അബ്ദുള്ളയെക്കൊണ്ട് ഒരാൾ അവിടെ സ്ഥാനാർത്ഥിയാണ് കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ. ഈ മുഹമ്മദ് ബഷീർ എന്ന് പറയുന്ന ആൾ ലീഗുകാരനാണ്, കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെ മേമുണ്ട സ്വദേശിയാണ് ഇദ്ദേഹം. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ ഉയർത്തിയാൽ അത് തെരഞ്ഞെടുപ്പിലെ ഒരു രാഷ്ട്രീയ പ്രചരണമായിട്ട് തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് SP പരാതി കൊടുക്കുക. ROന് പരാതി കൊടുത്തു എന്ന് അവർ പറഞ്ഞു. നിങ്ങൾ SP പരാതി കൊടുക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഈ വിഷയം ശ്രദ്ധിക്കാം. അതിനിടയിൽ ഈ ബഷീർ അഹമ്മദ് ഇവരെയെല്ലാം ചില സ്വാധീനം ഉപയോഗിച്ച് വിളിച്ചു ചേർത്ത് പണം തരാൻ ഏർപ്പാടുണ്ടാക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചതടക്കമുള്ള വിവരങ്ങളുണ്ട്. ഇതിനെല്ലാം മുൻകൈ എടുത്തതാരാണ്? കോൺഗ്രസ് ലീഗ് നേതാക്കളാണ് ആ പ്രദേശത്ത്. ഒരുപക്ഷേ എൻ്റെ സുഹൃത്ത് നിജേഷ് അരവിന്ദ് അതിനെക്കുറിച്ച് അറിഞ്ഞുകൊള്ളണമെന്നല്ല, അദ്ദേഹം അറിയണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പക്ഷെ പ്രവീൺ കുമാർ ഇന്ന് മാധ്യമങ്ങളോട് എത്ര തമാശയായിട്ടാണ് പറഞ്ഞത്, സുധീർ കുമാറിന് കോൺഗ്രസുമായിട്ട് ഒരു ബന്ധവുമില്ല, അദ്ദേഹം DCC സെക്രട്ടറി അല്ല മാറ്റിയെന്ന്. അതേ കാര്യം നിജേഷും ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അത് ഒരു സത്യസന്ധമായ ഒരു മനുഷ്യൻ്റെ മരണത്തിന് കാരണമായ ആളുകളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവരെ നിങ്ങൾ സംരക്ഷിച്ചു എന്നുള്ളത്, അവരെ നിങ്ങൾ നിലനിർത്തി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും ആളുകളെ പറ്റിച്ച ഒരാളെ കോൺഗ്രസ് നിങ്ങൾ നിലനിർത്താമോ? കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് നിങ്ങൾ നിലനിർത്താമോ? അപ്പോൾ വടകരയിലെയും കുറ്റ്യാടി നിയോജക മണ്ഡലത്തിലെയും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഇതിൽ പങ്കുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. അവരെല്ലാം നേരിട്ടും അല്ലാതെയും ഈ സൊസൈറ്റിക്ക് വേണ്ടി പാവപ്പെട്ട ആളുകളിലെ പ്രലോഭിപ്പിച്ച്, കാരണം 12% ഇൻട്രസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥൻ, ഇന്ന് എനിക്ക് എൻ്റെ മുമ്പിൽ വന്ന ഒരാളെന്താണ്, റിട്ടയർ ചെയ്ത ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ ആനുകൂല്യങ്ങൾ മുഴുവൻ എന്താണ്, അദ്ദേഹം ഈ സൊസൈറ്റി കൊടുത്തു. അദ്ദേഹത്തിന് 25 ലക്ഷം രൂപ കിട്ടാനുണ്ട്. ഇപ്പോൾ ഒരു പിടിയുമില്ല, ആര് തരും എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഇതേപോലെ ഈ ഇബ്രാഹിം ഹാജിയുടെ തന്നെ നിസ്സഹായതയിലേക്ക് അദ്ദേഹത്തെ പോലെ തന്നെ ഒരു ദുർവിധിയെ കാത്തു കഴിയുകയാണ് ഇതിലെ നിക്ഷേപകരായ പാവപ്പെട്ട മനുഷ്യരെ. ഇവരാരും സമ്പന്നരല്ല, കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണമാണ്. ആ പണമാണ് നിങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. അതിന് ഉത്തരം പറയാൻ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള UDFന്റെ നേതൃത്വത്തിലുള്ള ഒരു സൊസൈറ്റി എന്ന നിലക്ക് നിങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾ പറയുന്നത് ഈ പണം കൊടുക്കണമെന്നാണ്. പണം കൊടുക്കാതെ വിടില്ല. നിജേഷേ, ഇതിൻ്റെ ഇരകൾ DCC ഓഫീസിലേക്ക് വരും. നിങ്ങൾ ഇതുവരെ അറിഞ്ഞില്ല, ഞങ്ങൾക്ക് പരാതി കിട്ടുന്നില്ല പറയുന്നത്. പരാതിയായിട്ടല്ല, മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നിങ്ങളോട് പറയും, ഇബ്രാഹിം ഹാജിയുടെ
കൊലപാതകത്തിന് നിങ്ങൾ ഉത്തരം പറയണം. ഞങ്ങൾക്ക് തരാനുള്ള പണം നിങ്ങളുടെ പാർട്ടി ഉണ്ടാക്കിയ സൊസൈറ്റിയാണ് തട്ടിയെടുത്തത്, നിങ്ങൾ അതിന് ഉത്തരം പറയണം എന്ന് പറഞ്ഞുകൊണ്ട് DCC ഓഫീസിലേക്ക് വരും. നിങ്ങളെ ഭീഷണിപ്പെടുത്താനല്ല, നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടാക്കാനല്ല, ഞങ്ങളുടെ എത്തപ്പെട്ട ജീവിതം മുഴുവൻ അധ്വാനിച്ചുണ്ടാക്കിയ തങ്ങളുടെ പിൽക്കാല തലമുറകൾക്ക് ജീവിക്കാൻ എന്തെങ്കിലും നൽകണമെന്ന് ചിന്തിച്ച് പണമുണ്ടാക്കി വെച്ച മനുഷ്യരാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. അവർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. നാളെ അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഓക്കെ പ്രഫുൽ, ഇവിടെ നോക്കൂ, ഇവിടെ KT കുഞ്ഞിക്കണ്ണൻ പറഞ്ഞു ഇടയ്ക്ക് എന്തോ മധ്യസ്ഥ ചർച്ച നടത്തിയെന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ അവസാന വാക്കുകളിൽ കള്ളം പറയില്ല. അത് അങ്ങനെയാണ്, അങ്ങനെ നമ്മുടെ നിയമവ്യവസ്ഥ പറയുന്നത്. സത്യസാക്ഷ്യമാണത്. സത്യസാക്ഷ്യം പറഞ്ഞിട്ട് മരണത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. പ്രഫുൽ വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കിയെന്ന് പറയാണ്. എന്തിനാണ് ഈ പറയുന്ന രാവന്തിയോളം അധ്വാനിച്ച്, ഈ പറയുന്ന പ്രവാസിയായി, ഈ പറയുന്ന കുഞ്ഞു കച്ചവടമൊക്കെ നടത്തി ജീവിച്ച് മക്കൾക്കും വയ്യാത്ത ആൾക്കാർക്കും ഒക്കെ സഹായമാവാൻ, തണലാവാൻ കൊണ്ടിട്ട പൈസ ചോദിച്ചിട്ട് വണ്ടി ഇടിച്ച് കൊല്ലാൻ നോക്കുന്ന? അപ്പോൾ എത്ര ക്രൂരമായി ആരോടൊക്കെ അവർ പെരുമാറുന്നുണ്ടാവണം? വിശാലമായ അന്വേഷണം വേണ്ടേ പ്രഫുൽ? തീർച്ചയായിട്ടും ആഷ്മി, കാരണം 10:30 കൂടിയാണ്, രാവിലെ 10:30 കൂടിയാണ് ഈ പറയുന്ന സുധീർ കുമാറിൻ്റെ വീട്ടിലെത്തി അദ്ദേഹം തീ കൊളുത്തി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയത്. 10:30 എനിക്ക് ഏകദേശം മെസ്സേജ് അയക്കുന്നത് ഏകദേശം 9:30 മണിക്കാണ്. 9:30 മണിക്കാണ് എനിക്ക് ആദ്യത്തെ ആ മെസ്സേജ് അയച്ചതായിട്ട് കാണുന്നത്. 10:02 വരെ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 1ഉം 2ഉം മെസ്സേജ് അല്ല, ഒരു 10-14ഓളം വോയിസ് ക്ലിപ്പുകൾ തുടർച്ചയായിട്ട് എനിക്ക് അയച്ചിട്ടുണ്ട്. 10-14ഓളം വോയിസ് ക്ലിപ്പുകൾ ഞാൻ ഇന്ന് കോഴിക്കോട് മാധ്യമ പ്രവർത്തകർക്ക് എല്ലാവർക്കും തന്നെ ആ വോയിസ് ക്ലിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അയച്ച മുഴുവൻ കാര്യങ്ങളും അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിവരങ്ങൾ അത് പുറത്തറിയണം. അപ്പോൾ അത് ഞാൻ പുറത്ത് പറയും, അല്ലെങ്കിൽ അവസാനമെങ്കിലും നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടായിരിക്കും അദ്ദേഹം ആ വോയിസ് എനിക്ക് അയച്ചിട്ടുണ്ടാവുക. അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതൊരിക്കലും കള്ളമല്ല. അത് ഹൃദയത്തിൽ തട്ടിക്കൊണ്ട് ആ വാക്കുകൾ ശ്രദ്ധിക്കുന്ന സമയത്ത്, ആ വാക്കുകൾ കേൾക്കുന്ന സമയത്ത് ഒരാളും പറയില്ല അത് കള്ളമാണ്. അത് തീർച്ചയായിട്ടും സത്യമാണ്, പൂർണ്ണമായ സത്യമാണ്. അതിൽ പറയുന്നുണ്ട്, അതിൽ ഈ പറയുന്ന ബഷീർ എന്ന് പറയുന്ന ബഷീർ അഹമ്മദ്, ആ ബഷീർ അഹമ്മദ് പോലീസിൽ പരാതി കൊടുത്തു എന്നുള്ളതിന് കൊണ്ട് അദ്ദേഹത്തെ വണ്ടി കയറ്റി കൊല്ലാൻ നോക്കി. ഇദ്ദേഹം ഈ പരാതിയുമായിട്ട് ബാങ്കിലെത്തുന്ന സമയത്ത് ബാങ്കിൽ ഈ വിവരം അറിയാമായിരുന്നു, ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർക്ക്. അദ്ദേഹം പറയുകയാണ്, ബാങ്കിലെ ആളുകൾക്കെല്ലാം അറിയാമായിരുന്നു ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായത്. ബഷീർ അഹമ്മദിന് ചെറിയ ബാലൻസ് കിട്ടാത്ത പ്രശ്നമുണ്ട്, അതുകൊണ്ട് വണ്ടി നിങ്ങളുടെ നേരെ വന്നതായിരിക്കാം, അല്ലാതെ ബോധപൂർവം വന്നതല്ല എന്ന് ബാങ്കിലെ ആളുകൾ പറഞ്ഞു. അദ്ദേഹം പറയുന്നത്, ഇബ്രാഹിം ഹാജി പറയുന്നത്, തീർച്ചയായിട്ടും എന്നെ കൊല്ലാൻ വേണ്ടി നോക്കി എന്നുള്ളതാണ്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്താൻ, കൊല്ലാൻ, അതുപോലെ അപമാനിക്കാൻ എന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തിയത്. നിജേഷ് ഒരു പക്ഷേ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർക്ക് പരാതി കിട്ടിയിട്ടില്ല എന്നൊക്കെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ നിജേഷ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് UDFന്റെ ഉന്നതരായിട്ടുള്ള സമുന്നതരായ നേതാക്കന്മാരുടെ മുന്നിൽ മുഴുവൻ ഇദ്ദേഹം പരാതിയുമായി എത്തിയിട്ടുണ്ട്. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഏതെല്ലാം വകുപ്പുകളിലാണോ പരാതി കൊടുക്കേണ്ടത് അവിടെയെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസിന്റെ മുന്നിൽ പരാതി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം മുട്ടാത്ത വാതിലുകളില്ല. നമ്മളെല്ലാവരും കുറ്റക്കാരാവുമല്ലോ. KT കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പാർട്ടിക്ക് അറിയാം, താങ്കളുടെ പാർട്ടിക്ക് അറിയാം, ഈ പറയുന്ന എനിക്ക് പിണറായി വിജയൻ അടക്കമുള്ളവർക്ക് അദ്ദേഹം പരാതി കൊടുത്തിട്ടുണ്ട്. എല്ലാവരുടെയും പിഴവാണത്. അങ്ങനെയെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ നമുക്ക് എല്ലാവരും ചേർന്ന് ഒരുപക്ഷെ കാത്തുസൂക്ഷിക്കാൻ പറ്റുമായിരുന്നു. ആഷ്മി, ഞാൻ പറഞ്ഞല്ലോ, ഈ മെസ്സേജ് എനിക്ക് അയച്ചത് ഒരു പക്ഷേ കുറച്ച് സമയം കൂടി മുന്നേ എനിക്ക് കാണാൻ സാധിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം ഇന്ന് മരിക്കില്ല. ആ കുറ്റബോധത്തോടു കൂടി തന്നെയാ ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. എല്ലാവരോടും അദ്ദേഹം പരാതിപ്പെട്ടിട്ടുണ്ട്. അവസാനത്തെ മെസ്സേജ് അയക്കുമ്പോൾ വേറെ ഒരു വഴിയുമില്ലാത്തത് കൊണ്ടാണ് എനിക്ക് അങ്ങനെ ഒരു മരണമൊഴി അദ്ദേഹം വോയിസായി ഇട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതീക്ഷകളും അദ്ദേഹം അസ്തമിച്ചു. ഇവിടെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്നത് കോൺഗ്രസുമായി ഈ ബാങ്കിന്, ഈ പറയുന്ന സൊസൈറ്റിക്ക് ബന്ധമില്ല എന്നാണ്. എന്തൊരു വിഡ്ഢിത്തരമാണ് പറയുന്നത്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തത് കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കന്മാരാണ്. ഈ വടകരയുള്ള മുഴുവൻ ആളുകൾക്കും അത് നന്നായിട്ടറിയാം. കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ ബാങ്ക് അല്ലെങ്കിൽ സൊസൈറ്റി എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് ഇതിൻ്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോയത്. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സൊസൈറ്റിക്ക് അതുമായി ബന്ധപ്പെട്ട വർക്കുകൾ കിട്ടുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡയറക്ടർമാരായി വരുന്നവർ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ അല്ലാത്തവരുണ്ടാകില്ല. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പറയുന്ന DCCയുടെ എല്ലാം അനുഗ്രഹാശീർവാദത്തോടു കൂടി നടക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ പറയുന്ന കടത്തനാട് ഈ സൊസൈറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് UDFന് ഒഴിഞ്ഞു മാറാനൊന്നും പറ്റില്ല. മുഖ്യമന്ത്രിയായിട്ട് PD സതീശൻ അധികാരം ഏറ്റെടുക്കുമ്പോൾ
എന്നാലെങ്കിലും പ്രതീക്ഷയ്ക്ക് എന്തെങ്കിലും വകുപ്പുണ്ടാകുമെന്നാണ് അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാകുക. മുൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്ത് ഒരു നടപടി ഉണ്ടായില്ല. ഇനി വി.ഡി. സതീശൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന ആ പ്രതീക്ഷയും അസ്തമിച്ചു എന്ന് പറഞ്ഞാൽ UDF-ഉം LDF-ഉം ഇവിടുത്തെ സഹകരണ ബാങ്കുകളുടെ കാര്യത്തിൽ ഒരേ നയമാണ്, ഒരേ തീരുമാനമാണ്, ഒരേ ഇടപെടലുകളാണ്. ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പും വെട്ടിപ്പുമാണ് ഈ സഹകരണ മേഖലയിൽ നടക്കുന്നത്. ഇവിടെ പാവപ്പെട്ട സഹകരണ ബാങ്കിലൊക്കെ പൈസ ഇടുന്ന ആൾക്കാർ, കൂടുതൽ ആൾക്കാരും പാവപ്പെട്ടവരെ കള്ള പൈസ ഇടുന്ന ആൾക്കാരും ഉണ്ട്. പക്ഷെ സാധാരണക്കാർ റിട്ടയർ ചെയ്ത് കിട്ടുമ്പോൾ കുറച്ച് പൈസ ഇടുന്നവർ, അങ്ങനെയുള്ള സാധാരണക്കാരുടെ പൈസ കൊണ്ടാണ് അവരെയാണ് പറ്റിക്കുന്നത് എന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കാൻ എന്താ ഇത്ര മടി? UDF-ന്റെ DCCയുടെ സെക്രട്ടറി അല്ല എന്നാണ് വളരെ ലാഘവത്തോടു കൂടി പറഞ്ഞത്. കോൺഗ്രസ്സുകാരോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയോ? എപ്പോ? ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് പോലും അറിയില്ല അദ്ദേഹത്തെ മാറ്റിയത്. അതുകൊണ്ട് ദയവ് ചെയ്തൊരു കാര്യം DCC പ്രസിഡന്റ് മനസ്സിലാക്കേണ്ടത്, നിജേഷ് DCC പ്രസിഡന്റുകൾ പറഞ്ഞു കൊടുക്കണം, ഇവിടുത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് പ്രവർത്തകരെ ഒന്ന് അറിയിക്കണമെന്ന്. ഏത് പത്രത്തിലാണ് കൊടുത്തത്? ഏത് ലെറ്ററിലാണ് അത് പ്രസിദ്ധീകരിച്ചത്? നിങ്ങൾ ആരോടാണ് കള്ളം പറയാൻ നോക്കുന്നത്? ഇത് പച്ചക്കള്ളമാണ്. അദ്ദേഹത്തെ DCC ജനറൽ സെക്രട്ടറി എന്നുള്ള നിലക്ക് തന്നെയാണ് അദ്ദേഹം ഈ നാട്ടിൽ അറിയപ്പെടുന്നത്, ഇടപെടുന്നത്. മാറ്റിയിട്ടുണ്ടെങ്കിൽ ആ മാറ്റിയ വിവരം ആരും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ DCCയുടെ ഉത്തരവാദിത്തപ്പെട്ട ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളാണ് ഈ കൊലപാതകത്തിന് ഉത്തരവാദി. ഇതിലെ ഓരോ പ്രതികളും എൻ്റെ കയ്യിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള അഡ്രസ് അടക്കം അയച്ചതിലുണ്ട്. അതിലുണ്ട് ഓരോരുത്തരുടെ പേരും അഡ്രസ്സും. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവരാരും വേറെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരൊന്നുമല്ല. എല്ലാവരും ലീഗുമായോ കോൺഗ്രസുമായോ ബന്ധമുള്ള ആളുകൾ തന്നെയാണ്. അങ്ങനെ ഒരു ബന്ധമില്ലെങ്കിൽ എന്തിനാണ് നിക്ഷേപ തുക സമാഹരണത്തിന് സാദിഖ് അലി തങ്ങളും PK ഫിറോസ് അടക്കം ലീഗ് നേതാക്കൾ നിരന്നു നിൽക്കേണ്ട കാര്യം എന്താണ്? ഒരു രാഷ്ട്രീയ ബന്ധവും ഇല്ലെങ്കിൽ. നിജേഷ്, ശ്രീ KT കുഞ്ഞിക്കണ്ണൻ നുണ പറയേണ്ട കാര്യമില്ലല്ലോ. ഞാൻ ആ ചിത്രം കണ്ടതല്ല. എങ്കിൽ കൂടിയും നിക്ഷേപ തുക സമാഹരണത്തിന് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും PK ഫിറോസും അടക്കം ലീഗ് നേതാക്കൾ മാത്രം നിറഞ്ഞു നിൽക്കണമെങ്കിൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ വാക്കാണ്, UDF-ന്റെ രാഷ്ട്രീയ പേട്രണേജ് അതിനുണ്ട്. നിജേഷ്, അതിലേതോ ഒരു സുധീർ കുമാർ ഇപ്പോൾ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അതിന് ഉത്തരവാദിത്വം ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒന്ന് കാശ്മീർ, എനിക്കത് അറിയാത്ത കാര്യമാണ്. പിന്നെ ലീഗ് ഹൗസിൽ വെച്ച് ലീഗ് നേതാക്കന്മാർ മാത്രം ഈ വിഷയത്തിൽ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞാൽ അതെനിക്ക് വിശ്വസനീയമല്ല. കാരണം UDF തലത്തിൽ അങ്ങനെ ഒരു കാര്യം, അങ്ങനെ ഒരു ബാങ്ക് UDF തലത്തിൽ ഏറ്റെടുത്തതായിട്ടോ നിക്ഷേപ സമാഹരണം നടത്തിയതായിട്ടോ അങ്ങനെ ഒരു പരിപാടി നടത്തിയതായിട്ടോ വ്യക്തിപരമായിട്ട് എനിക്ക് അറിയില്ല. ഞാൻ ഈ സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയിലെ കോൺഗ്രസ് ബാങ്കുകളും അതുപോലെ UDF ബാങ്ക്, 2 തരം ബാങ്കുകളുണ്ട്, അതിലൊക്കെ നിരന്തരമായി ഇടപെടുന്ന ഒരാളാണ്. ഒരിക്കൽ പോലും ഒരു ഡിസ്കഷന് പോലും കടത്തനാട് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി കോഴിക്കോട്ടേക്ക് വന്നതായിട്ട് എൻ്റെ അറിവിലില്ല. ഇനി ഉണ്ടോ എന്നറിയില്ല. ഞാൻ അതുകൊണ്ടാണ് ഇന്ന് കോഴിക്കോട് പോയിട്ട് കോഴിക്കോട് വിളിച്ചന്വേഷിച്ചിട്ട് ആ രേഖകൾ, അങ്ങനെ ഏതെങ്കിലും തരത്തിൽ രേഖകളുണ്ടോ എന്ന് അന്വേഷിച്ചത്. അതില്ല എന്നുള്ളത് എൻ്റെ ബോധ്യമാണ്. കാരണം ഞങ്ങളൊരു തെരഞ്ഞെടുപ്പിൽ, സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനകത്തേക്ക് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന അതിൻ്റെ എല്ലാ ഡാറ്റയും കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലുണ്ട്. പിന്നെ KT പറഞ്ഞതുപോലെ DCCയിലേക്ക് മാർച്ച് നടത്തുക, അത് വരും. ഞങ്ങൾ അതിനൊക്കെ സ്വാഗതം ചെയ്യുന്നു. ആദ്യത്തതല്ലല്ലോ KT, നമുക്കറിയാലോ കരുവന്നൂരൊക്കെ. ഞാൻ അതിന്റെ രാഷ്ട്രീയം പറയാൻ ഉദ്ദേശിക്കുന്നു. ഞാൻ ഈ മരണപ്പെട്ടു പോയ, ആത്മഹത്യ ചെയ്ത ആയതുകൊണ്ട് ഈ വേദിയിൽ വെച്ച് രാഷ്ട്രീയം പറയുന്നത് അല്ല, അതെ, കരുവന്നൂരിലെ രാഷ്ട്രീയം പറഞ്ഞവരാണ്, ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയം പറയണം. അല്ല, കോൺഗ്രസ് ഇവിടെ കോൺഗ്രസ് നേരിട്ട് അല്ലെങ്കിൽ കോൺഗ്രസുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനം, കോൺഗ്രസ് നേതാക്കന്മാർ നടത്തിയ അഴിമതിയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഇനി ഈ വിഷയത്തിൽ ഇപ്പോൾ സുധീർ കുമാറിന് എന്തായാലും ഇന്ന് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തൊരു കത്ത് ഞാനിപ്പോൾ കണ്ടു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. നേരത്തെ അദ്ദേഹത്തെ, പിന്നെ ഇതുമായി ബന്ധപ്പെട്ട അല്ല അദ്ദേഹത്തെ DC ഭാരവാഹി സ്ഥാനത്ത് മാറ്റിയത് എന്നുള്ളതാണ്. അദ്ദേഹം കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സജീവമാവാത്ത ഒരു വിഷയവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ ഭാരവാഹി സ്ഥാനത്ത് മാറ്റിയത്. അത് സംഘടനാപരമായ നടപടിയല്ലേ? ആ സംഘടനാപരമായ നടപടി ഒരു പാർലമെന്റ് ഇലക്ഷൻ, വളരെ നിർണായകമായ പാർലമെന്റ് ഇലക്ഷനിൽ എന്തോ കാരണം കൊണ്ട് സജീവമാകാത്ത ഒരാളെ ഇതിനകത്ത് ഭാരവാഹി സ്ഥാനത്ത് തുടരാൻ സാധിച്ചില്ല. എന്ന് വെച്ചാൽ അയാൾ പാർട്ടിയിൽ നിന്ന് പുറത്തൊന്നും പോയിട്ടില്ല. ഇന്ന് വരെ അദ്ദേഹം പാർട്ടിക്കാരാണ്. ഇന്നിപ്പം സസ്പെൻഡ് ചെയ്താണ്. ഇനി അദ്ദേഹത്തിന്റെ അയാളുടെ ഭാഗം കൂടി നിയമവിദഗ്ധരായ ആളുകൾ അല്ലെങ്കിൽ അന്വേഷിക്കുന്ന ആളുകൾ കേൾക്കട്ടെ. പിന്നെ പ്രഫുൽ പറഞ്ഞതുപോലെ VD സതീശൻ വന്നതിന് ശേഷം നീതി കിട്ടാത്തത് കൊണ്ടാണ് പോയതെന്നൊക്കെ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് അറിയാം. കാശ്മീർ പറഞ്ഞാണ് അതിൻ്റെ ശരി. ഇത് പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഹകരണ വകുപ്പിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അന്വേഷണം നടന്നിട്ടില്ല എങ്കിൽ സിസ്റ്റം അത് ഉത്തരവാദി തന്നെയാണ്. ആ കാര്യം യാതൊരു സംശയവുമില്ല. അവരെ ഇതുവരെ അതിന് നിയമപരമായി, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ വളരെ ലളിതമായി ചോദിക്കട്ടെ, കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്നതാണ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ UDF
നേതൃത്വം കൊടുക്കുന്നതാണ്. ഇന്നലെ വരെ ഭരിച്ചത് CPM ആണ്. ആ സമയത്ത് അദ്ദേഹം കൊടുത്ത ഒരു പരാതി ഒരിക്കലും വാലിഡ് അല്ലാതെ തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹകരണ വകുപ്പ് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം എവിടെയെന്ന് നമുക്ക് അന്വേഷിക്കണ്ടേ, കണ്ടെത്തണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ബാങ്ക് പിടിച്ചെടുക്കൽ മാത്രമല്ലല്ലോ ഈ JR ഓഫീസിന്റെയും AR ഓഫീസിന്റെയും പണി. ഇതുപോലെയുള്ള ക്രമക്കേടുകൾ കണ്ടെത്തുകയും ആരോപിതർക്കെതിരെ അന്വേഷണം നടത്തിക്കൊണ്ട് ആക്ഷൻ എടുക്കുകയും അവരിൽ നിന്ന് ഈടാക്കുകയും ചെയ്യാനുള്ള എല്ലാ നടപടിക്രമങ്ങളും അല്ലേ ഉള്ളത്. ഏതെങ്കിലും ഒരു ഇപ്പോൾ പുതിയ നിയമപ്രകാരം സഹകരണ സംഘത്തിന്റെ ബാധ്യതയുണ്ട് എങ്കിൽ അതിന് വ്യക്തിപരമായി അവരുടെ കുടുംബ സ്വത്തിൽ നിന്ന് വരെ ഈടാക്കാമെന്നുള്ളതല്ലേ പുതിയ നിയമം. സ്വാഭാവികമായിട്ട് അത് ഈടാക്കാനുള്ള എല്ലാ സാഹചര്യവും ഇവിടെ ഉള്ളപ്പോൾ അതിനെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ട ഉത്തരവാദിത്തം പഴയ ഭരണകൂടത്തിനുമുണ്ട്, പുതിയ ഭരണകൂടത്തിനുമുണ്ട്. നമുക്ക് അന്വേഷണത്തിൽ ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകാം. പിന്നെ അതിനെ സംരക്ഷിക്കാൻ ഞാൻ ആശ്മി ഒരു കാര്യം പറയാം, സംരക്ഷിക്കാൻ ഒരു ഘട്ടത്തിൽ പോലും ഇതിൽ കുറ്റാരോപിതരായ ആളുകളെ സംരക്ഷിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാവില്ല എന്ന് തീർത്തു പറയാം. ഒരു ഘട്ടത്തിൽ പോലും കൈത്താങ്ങ് കൊടുക്കാൻ ഞങ്ങൾ ഉണ്ടാവില്ല. അല്ലല്ല, ഞാൻ പറയുന്നത് കുറ്റക്കാരെ സംരക്ഷിക്കാതിരിക്കാൻ മാത്രമല്ല, KT കുഞ്ഞിക്കണ്ണൻ പറയുന്ന ഈ ഇബ്രാഹിം ഹാജിയുടെ സമാനാവസ്ഥയിൽ ജീവിക്കുന്ന സാധാരണ പാവങ്ങളായ മനുഷ്യരുണ്ടെന്നാണ്. അവർക്ക് പണം വാങ്ങി കൊടുക്കാൻ കൂടി ഇടപെടണം നിങ്ങൾ. സുധീർ കുമാർ കോൺഗ്രസ്സുകാരനാണെങ്കിൽ അയാളെ വിശ്വസിച്ച് അതിൽ പണം ഇട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഉത്തരവാദികളാന്നേ. നിങ്ങൾ ഇടപെടണം, സംഘടന ഇടപെടണം. ഹാഷ്മി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക് ഈ സഹകരണ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് ഇരകൾക്കൊപ്പമാണ് ഞങ്ങളുള്ളത്. അവർക്ക് ആവശ്യമായ ഞങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ചർച്ച തുടങ്ങിയതും ഇപ്പോൾ എത്തി നിൽക്കുന്നതും അവസാനിക്കുന്നതും. ചർച്ചയ്ക്ക് ശേഷവും അത് തന്നെയാണ്. KT കുഞ്ഞിക്കണ്ണൻ, ഇവിടെ കേരളത്തിന്റെ സഹകരണ മേഖലയെ കേന്ദ്രം ഒരു പ്രത്യേക ലക്ഷ്യത്തിൽ കണ്ണുവെക്കുന്ന കാര്യം നമുക്കറിയാം. അതേസമയം തന്നെ സഹകരണ മേഖല എന്ന് പറയുന്ന കേരളത്തിന്റെ ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക നട്ടലിന്റെ അടിത്തറയാണ് ഇപ്പോഴും എന്ന് നമുക്കറിയാം. ആ കണ്ണുവെക്കുന്നവർക്ക് കൂടുതൽ ഉപകാരപ്പെടുന്നതാണ് നമ്മൾ കരുവന്നൂർ കണ്ടത്, നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത്, നമ്മളിപ്പോൾ ഇവിടെ ഈ ആത്മഹത്യയിൽ കാണുന്നത്. KT കുഞ്ഞിക്കണ്ണൻ കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ കൂടി അതിനെ കാണണമെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും വളരെ വിശാലമായ അർത്ഥത്തിൽ തന്നെ കാണണം. പ്രഫുൽ കൃഷ്ണനെ ഞാൻ ഓർമ്മിപ്പിക്കുന്നത് ഈ അഹമ്മദാബാദ് ബാങ്കൊക്കെ ഉണ്ട് കേട്ടോ. അഹമ്മദാബാദ് ജില്ലാ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെയൊക്കെ അനുഭവങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. ഞാൻ പറയുന്നത് സഹകരണ രംഗത്ത് സംഭവിക്കുന്ന ഏത് വീഴ്ചയും, സഹകാരികൾക്ക് സംഭവിക്കുന്ന ഏതൊരു നോട്ടപ്പിഴവും, ആ രംഗത്തുണ്ടാവുന്ന ഏത് തരത്തിലുള്ള അഴിമതിയും കൃത്യമായിട്ട് ഇന്നത്തെ ഒരു BJPയുടെ രാഷ്ട്രീയ അജണ്ടയിൽ കേരളത്തിലെ സഹകരണ മേഖലയെ പിടിച്ചെടുക്കാനുള്ള, അതിനെ തകർക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു പ്രശ്നമാണത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലക്ക് നിജേഷ് പറയുന്നത് ഞാൻ അറിഞ്ഞുകൊണ്ടൊന്നുമില്ല, ജില്ലയിലെ സഹകരണ മേഖലയുമായിട്ട് എല്ലാ കോൺഗ്രസിൻ്റെ സഹകരണ സ്ഥാപനങ്ങളുമായിട്ട് നിരന്തരമായി ബന്ധം പുലർത്തുന്ന ആളാണ് ഞാനെന്നാണ്. ഇത് കാണുമോ എന്ന് എനിക്കറിയില്ല. സാക്ഷാൽ സാദിഖലി ശിഹാബ് തങ്ങൾ PKK ബാവക്ക് നിക്ഷേപ സമാഹരണത്തിൻ്റെ ഉദ്ഘാടനം കുറിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് നിക്ഷേപം സ്വീകരിക്കുന്ന ചിത്രമാണിത്. ഈ ചിത്രത്തിൽ സാദിഖലി ശിഹാബ് തങ്ങൾ മാത്രമല്ലല്ലോ, മിസ്റ്റർ കുഞ്ഞാലിക്കുട്ടിയില്ലേ, പാറക്കൽ അബ്ദുള്ളയില്ലേ, സാദിഖലി ശിഹാബ് തങ്ങൾക്ക് പിറകിലായിട്ട് മിസ്റ്റർ ഫിറോസ് ഇല്ലേ. എന്തിനാകും അത്? ലീഗ് ഹൗസിൽ ഈ പറയുന്ന ഒരു രാഷ്ട്രീയ ബന്ധം ഇല്ലാത്തതാണെങ്കിൽ എന്തുകൊണ്ടാകും ലീഗ് ഹൗസിൽ അങ്ങനെ ലീഗിന്റെ ഏറ്റവും ടോപ്പ് ബ്രാസ് ലീഡേഴ്സ് നിജേഷ് DCC ഭാരവാഹികളോ കോൺഗ്രസ് നേതാക്കളോ ആരെങ്കിലും അതിലുണ്ടോ? എനിക്കറിയില്ല, ഞാൻ ചിത്രം കാണുന്നില്ല, ഞാൻ ഈ ടിവിയുടെ മുന്നിൽ അല്ലാത്തതുകൊണ്ട്. അല്ലല്ലേ, സുധീർ കുമാർ എന്ന് പറയുന്ന ഒരു കക്ഷി ഓൾറെഡി ഉണ്ടല്ലോ. ഇപ്പൊ നിങ്ങൾക്ക് UDF ഒരു ബന്ധമില്ലെന്ന് പറയുകയാണെങ്കിൽ KT കുഞ്ഞിക്കണ്ണനാണ് ഈ ബാങ്കിന്റെ നിക്ഷേപ സമാഹരണത്തിന് ലീഗിന്റെ ടോപ്പ് മോസ്റ്റ് സാദിഖലി തങ്ങളൊക്കെ അതിൽ വരണമെങ്കിൽ, അല്ലല്ല സാദിഖലി തങ്ങളൊക്കെ അത് വരണമെങ്കിൽ ടോപ്പ് മോസ്റ്റ് ലീഡേഴ്സ് ആണ്. കേട്ടി ഞാൻ ക്രോസ് ചെയ്തുകൊണ്ടല്ല പറയുന്നത്. നിജേഷ് അരവിന്ദിന് ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞുകൊണ്ട് ലീഗ് ഓഫീസിൽ നടന്ന ഒരു ചിത്രം പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. അല്ല, നിജേഷ് അങ്ങ് പറഞ്ഞത് അങ്ങേക്ക് അത് വിശ്വസിക്കാൻ നിർവാഹമില്ലെന്നാ പറഞ്ഞത്, തെളിവാണ് കാണിക്കുന്നത്. അങ്ങനെയല്ല ഒരു വാദം ജയിക്കാൻ വേണ്ടി കള്ളം പറയുന്നത് കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി
അല്ല KT പറഞ്ഞത് കോഴിക്കോട് ജില്ലയിലെ സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന കോൺഗ്രസ് ഭരിക്കുന്ന സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുന്ന നിജേഷ് അരവിന്ദന് ലീഗ് ഓഫീസിൽ നിന്ന് ഈ ചടങ്ങിനെ പറ്റി അറിയാതിരിക്കാൻ വഴിയില്ല എന്ന് പറഞ്ഞാൽ അത് തെറ്റാണ് എന്ന് മാത്രമാണ്. ഞാൻ വേറൊരു വാദവും പറഞ്ഞിട്ടില്ല. അല്ല, അങ്ങ് പറഞ്ഞത് അത് അവിശ്വസനീയമായി തോന്നുന്നു പറഞ്ഞായിരുന്നു. അവിശ്വസിക്കേണ്ട കാര്യമില്ല എന്നാണ് KT കുഞ്ഞിക്കണ്ണൻ കാണിക്കുന്ന ചിത്രത്തിൽ ഞാനിപ്പോഴും ഞാനത് അന്വേഷിക്കും. ഞാൻ അറിയാത്ത കാര്യങ്ങൾ പറയാൻ പാടില്ലല്ലോ, ഞാൻ അന്വേഷിക്കും. കാരണം UDF നടന്ന അല്ലെങ്കിൽ കോൺഗ്രസും ലീഗ് ഒരുമിച്ച് ചേർക്കുന്ന സ്ഥലത്ത് ആഷ്മി, ഈ ചിത്രം നമുക്ക് കിട്ടുന്നത് ഈ സൊസൈറ്റിയുടെ ഭാരവാഹികൾ തന്നെ, മിസ്റ്റർ ബഷീർ അഹമ്മദ് എന്ന പ്രസിഡന്റ് തന്നെ പ്രചരിപ്പിച്ച ചിത്രമാണിത്. അതായത് നിക്ഷേപ സമാഹരണം ഉദ്ഘാടനം ചെയ്യുന്ന ഒരു ചടങ്ങ് ലീഗ് ഹൗസിലാണ് നടന്നത്. അവിടെ കോൺഗ്രസിന്റെ നേതാക്കളില്ല നിജേഷേ, ഉള്ളത് ലീഗിൻ്റെ നേതാക്കളാണ്. പക്ഷെ കോൺഗ്രസ്സുകാരനായ പ്രസിഡന്റ് സുധീർ കുമാറിനെ മാറ്റി മിസ്റ്റർ ബഷീർ അഹമ്മദ് പ്രസിഡന്റ് ആയതിനു ശേഷം അതിലെ നിക്ഷേപ സമാഹരണ മാസം ഉദ്ഘാടനം ചെയ്യുന്ന ചിത്രമാണ് ഞാൻ കാണിച്ചത്. വളരെ ഉത്തരവാദിത്വപൂർവ്വം മറുപടി പറയണം. ഒരാളുടെ മരണം സംഭവിച്ചിരിക്കുന്നു, നിരവധി ആളുകൾ ലക്ഷക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട് നിസ്സഹായരായി നാളെ എന്ത് ചെയ്യണമെന്നറിയാതെ കേരള പൊതുസമൂഹത്തിന്റെ മുമ്പിലുണ്ട്. നിങ്ങളാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, UDF ആണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ഉത്തരം പറയാൻ ബാധ്യസ്ഥമാണ്. എനിക്കറിയാം ഈ പറയുന്ന എന്താണ് ഈ പലിശ ഒക്കെ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഹറാം എന്നൊക്കെയാണ് പറയുന്നത്. ലീഗ് ഹൗസിൽ ഈ പറഞ്ഞ പലിശ ഇടപാടിൽ നിക്ഷേപ സമാഹരണം ഒന്നും പ്രശ്നം ഉണ്ടാവത്തില്ലായിരിക്കും, നമുക്കറിയില്ല. അത്തരം കാര്യങ്ങളിലേക്ക് ഈ വിഷയത്തെ വേറെ കാര്യം, വേറെ വിഷയമാണ്. ഉറപ്പായും ഓഫ്കോഴ്സ് വേറെ വിഷയമാണ്, ഞാൻ പറഞ്ഞു കാര്യമില്ല. ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് അവിടെ സ്വാഭാവികമായിട്ട് നിക്ഷേപം. അതെ, അല്ല ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ആ സൊസൈറ്റി. എന്റെ അറിവിലെ അല്ല നിജേഷേ, ഞാൻ എന്റെ സമയം ഇങ്ങനെ നിങ്ങൾ കേറിയിട്ട് ഈ സൊസൈറ്റി ഇതൊരു ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ്. ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്ന പേരിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും കുറേ ആൾക്കാർ പണം ഉണ്ടാക്കുകയാണ്. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട നിജേഷേ, നിങ്ങൾ ആ ഊരാളങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയിൽ പോയിട്ടൊന്ന് പഠിക്കുക. അവിടെ ലേബറാണ്, അവിടുത്തെ വർക്കേഴ്സാണ് അവിടുത്തെ ഉടമകൾ, ഷെയർ ഉടമകൾ എന്ന് പറയുന്നത് വർക്കേഴ്സാണ്. നമുക്കതിൽ നിക്ഷേപിക്കാം. ആ നിക്ഷേപം എന്താണ്? നമ്മളതിൻ്റെ പൂർണ്ണ മെമ്പറല്ല. നിങ്ങൾ അവിടെ പണം നിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ അവിടെ മെമ്പറാവില്ല. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരു തരത്തിലുള്ള തൊഴിലാളി പങ്കാളിത്തവുമില്ലാത്ത കുറേ കോൺഗ്രസ് നേതാക്കന്മാർ, ഇപ്പോൾ ഖദറിട്ടാതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല കേട്ടോ, കാരണം ഖദറൊക്കെ കോൺഗ്രസ്സുകാർ മാറ്റി, അവരെ ആ രീതിയിലുള്ള പാരമ്പര്യമൊക്കെ ഉപേക്ഷിച്ചു. അപ്പോൾ കോൺഗ്രസ്സുകാർ, ലീഗുകാർ ഇവർ ചേർന്നുകൊണ്ട് പല ആളുകളെടുത്തും അവരുടെ കയ്യിലുള്ള പണം വളരെ പ്രലോഭനീയമായ പലിശയും ഡിവിഡൻഡും വാഗ്ദാനം ചെയ്ത് തട്ടിയെടുക്കുന്നു. അങ്ങനെ തട്ടിയെടുക്കപ്പെട്ട പണം തിരിച്ചു കിട്ടരുന്ന് വന്നപ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യന്റെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ്, ഒരു മനുഷ്യന്റെ വിഷയം മുന്നിൽ നിർത്തിക്കൊണ്ടാണ്. അതിനേക്കാൾ ആശങ്കപ്പെടുത്തുന്നത് ഇനിയും സമാനമായ അവസ്ഥയിൽ ആൾക്കാരുണ്ട് എന്ന് KT കുഞ്ഞിക്കണ്ണൻ വെളിപ്പെടുത്തലാണ്. അന്വേഷണം വേണം, വളരെ വിശദമായ അന്വേഷണം വേണം. ഇനിയൊരാൾക്ക് ഇബ്രാഹിം ഹാജിയുടെ ഗതി ഉണ്ടായിക്കൂടാ. ശ്രീ പ്രഫുൽ കൃഷ്ണ, ഇവിടെ നമ്മൾ കരുവന്നൂരെ സമാനമായ സാഹചര്യത്തിലെ ആത്മഹത്യകൾ നമ്മൾ കണ്ടു, വലിയ സമരങ്ങൾ നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തെ BJP നേതാവ് എൻ്റെ ദീർഘകാല സുഹൃത്തായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മാധ്യമപ്രവർത്തനം തുടങ്ങിയ കാലം മുതലുള്ള സുഹൃത്തായിരുന്നു, വളരെ ഹൃദയബന്ധമുള്ള ആളായിരുന്നു. ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കണ്ടതാണ്. ഇതുപോലെ തന്നെ പാവം പിടിച്ചവൻ, മരണം കൊണ്ടുപോലും ആർക്കും പ്രശ്നം ഉണ്ടാവരുത് എന്നതുകൊണ്ട് മാത്രം ആരുടെയും പേര് അതിൽ എഴുതി വെച്ചില്ല. സഹകരണ സംഘങ്ങൾ ഇനിയും കേരളത്തിൽ എത്ര പേരുടെ ജീവൻ എടുക്കും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാവാൻ? പ്രഫുൽ. തീർച്ചയായിട്ടും ആഷ്മി, കാരണം അനിൽചേട്ടൻ നിങ്ങളെ മാത്രമല്ല ഞാനുമായിട്ടും വളരെ അടുത്ത ബന്ധമാണ്. അദ്ദേഹം സഹകരണ ബാങ്കിലെ നിക്ഷേപകനായിരുന്നില്ല, അദ്ദേഹം സഹകരണ ബാങ്കിലെ ഒരു നടത്തിപ്പുകാരനായിരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം. എനിക്കിതിലൊറ്റ കാര്യമേ ഉള്ളൂ ആഷ്മി, കാരണം ഇതിലൊറ്റ കാര്യമേ ഉള്ളൂ. ഇവിടെ നിജേഷ് അരവിന്ദ് പറഞ്ഞത് ആത്മാർത്ഥമാണ് എങ്കിൽ
ഞങ്ങൾ ഈ DCC സെക്രട്ടറിയെയോ അല്ലെങ്കിൽ ആളുകളെയോ സംരക്ഷിക്കില്ല എന്ന് പറഞ്ഞത് ആത്മാർത്ഥമാണ് എങ്കിൽ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന 4-5 പേരുകളുണ്ട്. ഞാൻ ഇന്ന് മാധ്യമങ്ങൾക്ക് കൊടുത്ത, ഞാൻ ഇന്ന് പോലീസിൽ കൊടുക്കാൻ പോകുന്ന ഈ 4-5 പേരുകാരുണ്ട്. അവരാണ് കുറ്റക്കാരെന്ന് അസന്നിഗ്ധമായിട്ട് കൃത്യമായിട്ട് മരണപ്പെട്ടയാൾ പറഞ്ഞിരിക്കുന്നു. അവർക്കെതിരെ അടിയന്തരമായി കൊലക്കുറ്റം ചുമത്തി നടപടിയെടുക്കാൻ ഇവിടുത്തെ ആഭ്യന്തര വകുപ്പ് തയ്യാറാണോ? ഉണ്ടെങ്കിൽ, ആത്മാർത്ഥതയുണ്ടെങ്കിൽ നടപടിയെടുക്കണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ഇവിടുത്തെ ഇരു മുന്നണികളും തന്നെയാണ് ഈ ആത്മഹത്യക്കുള്ള കാരണക്കാർ എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ അടുത്ത് പോയിട്ട് പരിഹാരമുണ്ടായില്ല, പുതിയ മന്ത്രിസഭ വന്നിട്ട് പരിഹാരമുണ്ടായില്ല, കോൺഗ്രസ് നേതാക്കന്മാർ പരിഹാരമുണ്ടാക്കി കൊടുത്തില്ല. അവസാനം മരിക്കുന്ന സമയത്താണ് എനിക്ക് ആ വോയിസ് അയക്കുന്നത്. മരിക്കുന്നതിൻ്റെ തൊട്ട് മുന്നേ, ഒരു പക്ഷേ കുറച്ച് മുന്നേയൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെത് കൊലപാതകം തന്നെയാണ്. ആ കൊലപാതകത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറ്റില്ല. കോൺഗ്രസിന് ബന്ധമില്ലാത്ത ബാങ്കാണ് എന്നൊന്നും പറഞ്ഞ് അത് വാദപ്രതിവാദങ്ങൾ നടത്തി തെളിയിക്കേണ്ട ഗതികേടൊന്നും ഈ വടകരയിലെ ജനങ്ങൾക്കില്ല. ഇവിടുത്തെ നാട്ടുകാർക്ക് മുഴുവനായിട്ടറിയാം ഇത് കോൺഗ്രസിൻ്റെ 1-ാം നമ്പർ കോൺഗ്രസിൻ്റെ സൊസൈറ്റിയാണ്, ലീഗിൻ്റെ സൊസൈറ്റിയാണ് എന്നുള്ളത് വടകരയിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. അല്ല എന്ന് നിങ്ങൾ നിഷേധിച്ചാൽ വടകരയിൽ നിങ്ങളെ ചെരിപ്പൂരി അടിക്കാൻ ആൾക്കാരുണ്ടാവും. കാരണം വടകരക്കാർക്ക് നന്നായിട്ട് അറിയാതെ. അതുകൊണ്ട് അത്തരം വാദഗതികളിലേക്കൊന്നും നിങ്ങൾ പോകേണ്ട കാര്യമില്ല. ഇത് കോൺഗ്രസിൻ്റെ ഉന്നത നേതാക്കന്മാർക്ക് വരെ ബന്ധമുള്ള സൊസൈറ്റിയാണ്. അതുകൊണ്ട് മാതൃകാപരമായ നടപടി, നിങ്ങളിപ്പോൾ ഭരണത്തിൻ്റെ ആദ്യ നാളുകളിലല്ലേ, ഇപ്പോഴെങ്കിലും മാതൃകാപരമായിട്ടുള്ള നടപടി എടുത്ത് കാണിക്കുക എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ശക്തമായ പ്രതിഷേധം. ഇനി ആത്മഹത്യകൾ, സഹകരണ ബാങ്കിൽ പൈസ ഇട്ടതിൻ്റെ പേരിൽ ഒരാൾക്കും ആത്മഹത്യ ചെയ്യേണ്ട ഗതികേട് ഇനി ഉണ്ടാകാൻ പാടില്ല. കേന്ദ്ര സർക്കാർ ഇടപെടുന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഇത്തരം തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഉണ്ടാകുമ്പോഴാണ് കേന്ദ്രം ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങളുമായി മുന്നോട്ട് വരുന്നത്. പിന്നെ വേണ്ടേ, നിങ്ങൾക്ക് തട്ടിപ്പ് നടത്താം, നിങ്ങൾക്ക് വെട്ടിപ്പ് നടത്താം, നിങ്ങളെ നേതാക്കന്മാർക്കെല്ലാം മുക്കാം, അതിനുള്ള അവസരം ഞങ്ങൾ ഉണ്ടാക്കി തരണോ? അതുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉൾപ്പെടെ ഇത്തരം സഹകരണ മേഖലയിലെ തട്ടിപ്പുകൾക്കെതിരെ കർശനമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമാക്കിയതാണ്. അത് ഉണ്ടാവുകയും ചെയ്യും. എന്തായാലും സംസ്ഥാന സർക്കാരിൻ്റെ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന നടപടികൾ എടുത്ത് കാണിക്കണം. അല്ലാതെ സംരക്ഷിക്കില്ല എന്ന് വെറും വാക്ക് പറഞ്ഞാൽ പോരാ. ഇത് അവസാന ആത്മഹത്യയാവണം. ഇബ്രാഹിം ഹാജിയുടെ ആത്മഹത്യ എന്ന് പറയുന്നത് സഹകരണ മേഖലയിലെ പ്രശ്നങ്ങളെ തുടർന്നുള്ള അവസാന ആത്മഹത്യയാകണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. വളരെയധികം വിഷമത്തോടു കൂടി തന്നെ, ആ കുറ്റബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇനി ആത്മഹത്യകൾ ഉണ്ടാകരുത്. ഓക്കെ, വേദന ഉൾക്കൊള്ളുന്ന ഇത് നിജേഷിലേക്ക് ഒന്നുകൂടി പോകാൻ സമയമില്ല. ഇബ്രാഹിം ഹാജിയുടെ ജീവിതം എന്തായാലും തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. പക്ഷെ അതിൻ്റെ പിന്നിൽ ഈ പ്രവർത്തിച്ച, അദ്ദേഹത്തിനെതിരെ കള്ളപ്പരാതി കൊടുക്കാൻ ശ്രമിച്ച, അദ്ദേഹത്തെ വണ്ടിയിടിച്ച് കൊല്ലാൻ ശ്രമിച്ച സകലമാന മനുഷ്യർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ഇനിയൊരു ഇബ്രാഹിം ഹാജി ഈ സംഭവത്തിൽ ഉണ്ടാവാതിരിക്കാൻ നോക്കുന്നത് കോൺഗ്രസ് മാത്രമല്ല, CPM BJP അടക്കമുള്ള സകലമാന രാഷ്ട്രീയ കക്ഷികൾക്കും ആ മേഖല ഉത്തരവാദിത്തമുണ്ട്. എൻകൗണ്ടർ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.